ആ വാസനകളിൽ വെച്ചിട്ട് ഏറ്റവും പ്രൈമോഡിയൽ വാസന എന്താണ്? എൻ്റെ ഈ ശരീരം നശിക്കുമോ എന്നുള്ളത് നമ്മളെ പേടി. പക്ഷെ ഫ്രണ്ട് തന്നെ പറയണം, ബാക്കിലേക്ക് നോക്കൂ, ഒരാളെ കാണാൻ തോന്നും, നോക്കുമ്പോൾ തൊട്ട് ബാക്കിൽ സദ്ഗുരു. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഹാഫ് ബേക്ക്ഡ് ആയിട്ടുള്ള നോളജ് ജനറേഷൻ ടു ജനറേഷൻ പാസ് ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് വറി ചെയ്യണം. എന്താ കർക്കിടക മാസമായ രാമായണം എത്ര വരി തള്ളി വായിക്കണം. ഭഗവത്ഗീത വൺ ഓഫ് ദ ടെക്സ്റ്റ് മാത്രം. കാരണം നമ്മുടെ വാസനകളാണ് നമ്മുടെ ചിന്തകളെ പലപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നത്. എപ്പോഴാണ് ആ ലയം സംഭവിക്കുന്നത് സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ കാണാം. ചിന്ത പൂർണ്ണമായിട്ടും അസ്തമിക്കുന്ന ഏതോ ഒരു സ്പോട്ടിലാണ്. ജലം മെമ്മറിയാണ്. എൻ്റെ മെമ്മറി, എൻ്റെ മൈൻഡ് ആക്ടിവിറ്റി അണമുറിയാതെ ഈശ്വരങ്ങളിലേക്ക് പോണേ എന്നുള്ളതാണ് ശരിക്കും ശിവന്റെ ജലധാരയുടെ താത്വികാർത്ഥം. പന്ത്രണ്ട് വയസ്സാവുന്ന ഒരു കുട്ടി വ്യാഴത്തിലാണ് ജനിച്ചെങ്കിൽ അവന് 1 വയസ്സാവണമെങ്കിൽ ഭൂമിയിൽ 12 കൊല്ലം എഴുതാം. നാരദൻ അവസാനം പറയുന്ന ഒരു ഡയലോഗിലാണ് അതിന്റെ കീ കിടക്കുന്നത്. അടുത്ത ചോദ്യമാണെങ്കിൽ ഒരു കാര്യങ്ങളും നമ്മുടെ ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഡുവാലിറ്റിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് അത് ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. മാൻ ആൻഡ് വുമൺ അത് ഒത്തു വന്നാലേ ഒരു പുതിയ ക്രിയേഷൻ ഉണ്ടാവും. ഈ ഡുവാലിറ്റി ആണല്ലോ നമ്മളെ ബുദ്ധി മുട്ടിപ്പിക്കുന്നത്. അതിൽ നിന്ന് പുറത്തു ചാടാൻ എന്താണ് വഴി? സത്യത്തെ ഉപാസിക്കുക. ഇത് ഒന്നാണെന്നും നിരന്തരം ആവർത്തിച്ചിട്ട് കയ്യിലുള്ള മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. ഇതിൽ രസം എന്താ വെച്ചാൽ, ഞാൻ പല സ്ഥലത്തും പറയാൻ വേണ്ടി നിർമ്മലാനന്ദ സ്വാമി പറയാറുണ്ട്, നമ്മുടെ മോചനത്തിനുള്ള മാർഗം നമ്മുടെ ശത്രുവായിട്ടുള്ള വസ്തു തന്നെയാണ്. നമ്മളെ എന്താണോ ഈ ഡുവാലിറ്റി ഉണ്ടാക്കിപ്പിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് എത്ര നമുക്ക് സിംഗുലാരിറ്റിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. മനസ്സ് ഉപയോഗിച്ചിട്ടാണ് ധ്യാനിക്കുന്നത്. മനസ്സുപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത്, ചെതറിക്കിടക്കണ അനവധി ചിന്തകളെ ദൂരത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സ് എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ ഉള്ള പോലെ തോന്നുന്നു. 24 ഫ്രെയിം പെർ സെക്കൻഡ് ഓരോന്ന് ഇൻഡിവിജ്വൽ ഫ്രെയിംസാണ്. പക്ഷെ അടുപ്പിച്ചിട്ട് ഒരു സെക്കൻഡിൽ പോകുമ്പോൾ അതൊരു സിനിമ പോലെ നമുക്ക് തോന്നും. സിനിമ ശരിക്കില്ല, പക്ഷെ ഇൻഡിവിജ്വൽ ഫ്രെയിംസ് ആണ്. ഇതുപോലെ ഒരു ചിന്ത അടുത്ത ചിന്ത അത് മേലേക്ക് ഇങ്ങനെ അടുക്കടുക്കായിട്ട് വരുമ്പോൾ മനസ്സ് എന്ന് പറഞ്ഞിട്ട് ഓബ്ജക്റ്റ് ഉണ്ട്. ശരിക്കും അതില്ല. ഒരു ചിന്ത, ആ ചിന്ത എവിടുന്നാ വരുന്നത്? ഇറ്റ് സ്പ്രിങ്സ് ഫ്രം ഈ അഹം, ഞാൻ. അതാണ് മനോബുദ്ധി അഹങ്കാര ചിത്തസ്വരൂപ എന്നൊക്കെ നമ്മൾ വിളിക്കുക. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിന്റെ ആ സ്റ്റാർട്ടിങ് പോയിന്റ് അവിടുന്ന്. ആ ലോഞ്ച് പാഡ് അതാണ്. ഈ അഹത്തു നിന്നാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഓരോ ചിന്തകളും ഇത് ഒന്നിനു പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞിട്ട് ഫോർമേഷൻ ഉണ്ടായ കാലം തൊട്ടിട്ട് വന്നുകൊണ്ടേയിരിക്കുക. അത് വർഷങ്ങൾ കടക്കുന്തോറും നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥ. സാധനം കൊണ്ട് നമ്മൾ ഇതിനെ വീണ്ടും റെഡ്യൂസ് ചെയ്ത് അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന അവസ്ഥയിലേക്ക് എത്താൻ നോക്കുക. തിരിച്ച് റിവേഴ്സിൽ മനസ്സിനെ കൊണ്ടുപോകാൻ നോക്കുകയാണ് നമ്മൾ. ഏറ്റവും ലളിതമായിട്ട് ഒരു ചിന്ത, ആ ഒരു ചിന്തയുടെ ലെങ്ത് കൂട്ടിക്കൊണ്ടിരിക്കുക. അതുവഴി ലയം കണ്ടെത്തുക. മനസ്സ് താനെ സംഹരിക്കപ്പെടും. ഒരു ഘട്ടത്തുന്നു ഒറ്റ ചിന്തയുടെ ലെങ്ത് കൂട്ടിക്കൊണ്ടുവന്നു. അതിനാണ് ഈ ധ്യാനിപ്പിക്കുന്നത്. അതിന് തീനാളം നോക്കിയിട്ടിരിക്കലാവാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക മന്ത്രം ഉരുക്കഴിക്കലാവാം, നാമം ഉരുക്കഴിക്കലാവാം. അതുമല്ല നിങ്ങൾക്ക് ചുമരിൽ ഒരു ഡോട്ട് വെച്ചിട്ട് അതിൽ നോക്കിയിരിക്കാം. ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷൻ ചെയ്യാം, ഏത് മെഡിറ്റേഷൻ ചെയ്യാം, സുദർശനത്തിൽ എന്ത് ചെയ്താലും എൻ്റെ അതിലെ ഒരു തോട്ടിലേക്ക് മനസ്സെത്താണ്ട് ഈ പറഞ്ഞ സാധനങ്ങൾ ഒന്നും മറക്കാവില്ല. അത് നമ്മുടെ ട്രഡീഷണൽ സാധനങ്ങളാവാം, മോഡേൺ ഏജ് സാധനങ്ങളാവാം. സിംഗിൾ തോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഫൈനലി ലയം സംഭവിക്കുമ്പോൾ എന്തിനാണോ ചിന്തിച്ചിരുന്നത് അതും ഈ ചിന്തിച്ചവരും ഒന്നാവും. കുറച്ച് കഴിയുമ്പോൾ രണ്ടും ഇല്ലാണ്ടാവും. ഒന്നായാൽ സമാധി, ഇല്ലാണ്ടായ അതിന്റെ അപ്പുറത്തെ അവസ്ഥ, തുര്യാതീതം എന്ന് പറഞ്ഞ അവസ്ഥയാണ് യോഗത്തിൽ. അത് എത്തിക്കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ആനന്ദാവസ്ഥ മാത്രമാണ്. അതാണ് ബോധം. ആ ബോധത്തിന് മായാസ്പർശമില്ല. അപ്പൊ ശരീരം ഉള്ളത് പോലും അറിയില്ല. അവർക്ക് ശ്വാസം പോലും നിന്നു പോകും. ശ്രീരാമകൃഷ്ണ പരമഹംസൻ തുര്യാതീത അവസ്ഥയിൽ പോയിട്ട് തോട്ടാപ്പുരി പോയിട്ട് തട്ടി പിടിച്ചിട്ടൊന്നും എണീച്ചില്ല. ഒരാഴ്ചയുടെ കഴിഞ്ഞിട്ടല്ലേ, അത് 3 ദിവസം 4 ദിവസമായിട്ട് കഴിഞ്ഞിട്ട്. ഹനുമാൻ സ്വാമി 126 വർഷം കൂടുമ്പോഴാണ് ഒരു ശ്വാസം എടുക്കുന്നത്. 126 വർഷം കൂടുമ്പോൾ he inhales once and then he holds for another 126 years. Then he exhales
ഫോർ അനദർ ആ ഒരു 126 years കഴിയുമ്പോൾ. ആ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല. അവരുടെയൊക്കെ ശരീരത്തിന് മരണമുണ്ട്, അവരും മരിക്കും. പക്ഷെ അവരുടെ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് മുഴുവൻ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് കൊണ്ടുവന്നിരിക്കും. അത് സമാധിയിൽ ടെസ്റ്റ് ചെയ്യും. അത് നമ്മൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സമാധിയുടെ ആ കണക്കും കോലും വെച്ചിട്ട് നോക്കരുത്. ത്രൈലോക്യ സ്വാമിയൊക്കെ 436 വർഷമാണ് കാശിയിൽ ജീവിച്ചിരുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ അദ്ദേഹത്തിനെ പോയി നമസ്കരിച്ച് അവിടെ പോയി നമസ്കരിച്ച് വന്നത്. ഈ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ച 436 വർഷം. 48 വയസ്സുള്ള അദ്ദേഹത്തിന് അമ്മ മരിച്ചുപോയി. അദ്ദേഹം ഒരു സാധാരണ ഗൃഹസ്ഥനായിരുന്നു ആന്ധ്രയിൽ. അമ്മയോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അമ്മയുടെ ശവശരീരം ശ്മശാനത്തിൽ കൊണ്ടുപോകുമ്പോൾ കൂടെ പോയതാണ്. വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല, അവിടെ ഇരുന്നു ശ്മശാന സാധന ചെയ്തു. അത് ഏകദേശം 1600 എത്രയോനാണ് സംഭവിച്ചത്. അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. 82 വയസ്സ് വരെ അദ്ദേഹം ആ ശ്മശാനത്തിൽ ഇരുന്ന് തനിക്കറിയുന്ന സാധനങ്ങൾ. 82 വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സന്യാസ ദീക്ഷ കിട്ടണം. അപ്പൊ തോന്നി എനിക്ക് സന്യാസം കുറച്ചേരം നന്നായി ചെയ്യണം പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയതാണ്. ശ്രീരാമകൃഷ്ണദേവൻ 18 വയസ്സിലോ 17 വയസ്സിലോ ആണ് കാണുന്നത്. 1868 വാരണാസിയിൽ വരുന്നത് മധുർബാബുവിന്റെ കൂടെ. കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അന്ന്. പക്ഷെ ശാരദാദേവി കൊച്ചുകുട്ടിയാ, അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിലാണ്. അദ്ദേഹം വന്നപ്പോ ത്രൈലങ്കനെ കണ്ടു. വാക്കിംഗ് വിശ്വനാഥ വാരണാസി എന്നാവും. വാരണാസിയിലെ നടക്കണ ശിവൻ. ത്രൈലങ്ക സ്വാമിയെ കണ്ട അന്ന് ത്രൈലങ്കന് 400 വയസ്സിന്റെ മുകളിലുണ്ട്. വിവേകാനന്ദ സ്വാമി സമാധിയായതിനു ശേഷമാണ് ത്രൈലങ്ക സ്വാമി സമാധിയാവുന്നത്. ഇതൊക്കെ ആർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ, ഈ കഴിഞ്ഞ ഒരു 100 കൊല്ലത്തിന്റെ അപ്പുറത്ത് ജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ സമാധി ഇന്നും അവിടെയുണ്ട്. കാശിയിൽ പോയാൽ നമുക്ക് കാണാം, ഒരു ഭീമമായിട്ടൊരു ശിവലിംഗം വെച്ചിട്ടുണ്ടോ. അവരൊക്കെ ഈ പറഞ്ഞ ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ പദ്ധതിയെ നിഷ്ഠയായിട്ട്, അദ്ദേഹം ശാക്തേയ രീതിയിലാണ് ആദ്യകാലത്ത് ചെയ്തിരുന്നത്. അതിന്ന് വേദാന്തത്തിന്റെ രീതിയിലേക്ക് വന്നിട്ടുണ്ടാവണം. പിന്നെ അദ്ദേഹം സിദ്ധപുരുഷനായി. ഒരു ഘട്ടം എത്തി കഴിയുമ്പോൾ പിന്നെ ഇവരിതിൻ്റെ ഒക്കെ അപ്പുറത്ത് പോകും. അവരിതൊന്നും ബാധിക്കാതാവും. അതൊന്നും കഴിക്കില്ലായിരുന്നു. എന്നെങ്കിലും ഇത്തിരി മോരും വെള്ളം വേണം. ആ മോരും വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന സമയത്ത് ഭക്തരാരെങ്കിലും പോയിട്ട് മോരും വെള്ളം കലക്കി കൊടുക്കും. അപ്പൊ ഇദ്ദേഹത്തിനോട് വൈരാഗ്യമുള്ള ഒരാൾ എന്തോ കാര്യസാധ്യത്തിന് ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ചെയ്തു തരാൻ പറ്റില്ല. അപ്പൊ ശത്രുവായി. മോരും വെള്ളം ചോദിച്ചപ്പോൾ നീറ്റ് ചുണ്ണാമ്പ് കലക്കി കൊടുത്തു. അദ്ദേഹം വാങ്ങി കുടിച്ചു. കുടിച്ച ഉടനെ കൊടുത്തവൻ വീണു നിലത്ത്. അവന്റെ വയറാ പൊള്ളിയത്. അപ്പൊ പറഞ്ഞു, ഈ മഹാപാപം നീ ഒരു സാധുക്കളോടും ചെയ്യരുത് കേട്ടോ. ഗംഗയെ പോയിട്ട് മുങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അവൻ എങ്ങനെയൊക്കെ ഉരുണ്ട് വരേണ്ട അവിടെ താഴെ ചെന്ന് ഗംഗയെ മുങ്ങി അസുഖം ഭേദമായി. അദ്ദേഹത്തിനെ പല പ്രാവശ്യം കാശിയിലെ ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ലോക്കപ്പിൽ ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് രാത്രിയൊക്കെ ഘാട്ടിന്റെ അവിടെയൊക്കെ കാണും. അപ്പോൾ നിരോധന സമയങ്ങളൊക്കെ നടക്കുന്ന സമയത്ത്, ഇപ്പോൾ ഈ സ്വാതന്ത്ര്യ സമയത്തിന്റെ ഒക്കെ അലവലികൾ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒരു ഫ്രീ വാക്കിംഗ് ആളായിരുന്നു. അദ്ദേഹത്തിനെ പിടിച്ച് ലോക്കപ്പിലിട്ടു. കുറച്ചു നേരം കഴിഞ്ഞാൽ അദ്ദേഹം പെരപ്പുറത്തിരിക്കുന്നു. ത്രൈലങ്ക സ്വാമി അങ്ങനെ പെരപ്പുറത്തിരിക്കുന്ന ഒരു പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം തന്നെയുണ്ട്. അക്കാലത്തെ അത് പത്രക്കാരുണ്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇതൊന്നും ഒരു സോളിറ്ററി സംഭവമല്ല. ഇങ്ങനെ ജീവിച്ച് അഥവാ ഇങ്ങനെ കാണിച്ചു തന്ന ആൾക്കാരുണ്ടായിരുന്നു. അത് അവധൂതന്മാർ, കുടുംബമൊക്കെ വിട്ടുപോയി. ഈ വേറൊരു വിഭാഗമുണ്ട്, ഭാര്യയോടും മക്കളോടും അല്ലെങ്കിൽ ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടെ ജീവിക്കുന്ന ഗൃഹസ്ഥരായിട്ടുള്ളവര്. ഈ കൂടെ ഈ 30 കൊല്ലം 40 കൊല്ലം കിടന്നുറങ്ങിയ ആൾക്ക് അപ്പോഴും അറിയില്ല ഈ കൂടെ ജീവിച്ച ആളാരാണ്. അവര് സ്നേഹമുള്ള ഭർത്താവും സ്നേഹമുള്ള ഭാര്യയായിട്ട് തന്നെ തുടർന്നിട്ടുണ്ടോ ഒരാൾക്കും അറിയില്ല. പ്രസവിച്ച പെറ്റ് വളർത്തിയ മക്കൾക്ക് പോലും അറിയില്ല അമ്മ ആരാണ്, അച്ഛനാരാണ്. അങ്ങനെയുള്ളവർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ധർമ്മം നിൽക്കുന്നത്. ലാഹിരി ബാഷയിൽ ഇന്ത്യൻ റെയിൽവേസിൽ ഉദ്യോഗസ്ഥനായിരുന്നു, ശ്യാംചരൺ ലാഹിരി. ഭാര്യ രാത്രി ഇടയ്ക്ക് ഉണർന്ന് നോക്കുമ്പോൾ അദ്ദേഹം കട്ടിലിൽ നിന്ന് ഏകദേശം 1.5-2 അടി ഉയരത്തിൽ അന്തരീക്ഷത്തിൽ ധ്യാനിക്കുകയാണ്. അദ്ദേഹം ഒരു സാധാരണ ക്ലർക്കായിരുന്നു. ഒരു ദിവസത്തേക്ക് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ വന്നു. ഒരു ദൂര സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി, കഷ്ടം എന്ന് പറഞ്ഞിട്ട് കാശിയിൽ നിന്ന് പോയതാണ്. അത് പക്ഷെ ഒരു ദിവസത്തേക്ക് അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയതാ ബാബാജി വിളിച്ചു വരുത്തിയതാ. ഗുഹയെ കൊണ്ട് ഉപദേശം കൊടുത്തു, നിനക്ക് തിരിച്ചുള്ള ട്രാൻസ്ഫർ വന്നു, പോയിക്കോ, തിരിച്ച് കാശിക്ക് ട്രാൻസ്ഫർ ആയി തിരിച്ചുവിടോ. പിന്നെ ഇവിടെ ഞങ്ങൾ ജീവിതം വേറൊരു വഴിക്കാൻ പോകണം. അദ്ദേഹം ഗൃഹസ്ഥനായിട്ടല്ലേ ജീവിച്ചു. അങ്ങനെ എത്രയോ പേര് ഈ ധർമ്മത്തിന്റെ അകത്ത് എത്ര വേണമെങ്കിലും നമുക്ക് ഇൻസ്പയറിംഗ് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ സന്യാസം എടുത്താൽ അതിനും ഇൻസ്പയറിംഗ് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ ഗൃഹസ്ഥനാണെങ്കിലും അതിനും ഇൻസ്പയറിംഗ് എക്സാമ്പിൾസ് ഉണ്ട്.
എനിക്കറിയുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹം ഏത് ക്ഷേത്രത്തിൽ പോയാലും അദ്ദേഹം ശ്രീകോവിലിന് എത്ര ദൂരം നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശിരസിൽ ആരോ ഭസ്മവും കൂവളവും അല്ലെങ്കിൽ തുളസിയും ചന്ദനവും കൊണ്ടിടും. ശിരസിൽ കാണാം. അദ്ദേഹം ഒരു സർജനാണ്. ഇന്ത്യയിലെ ഒരു വലിയ സിറ്റിയിൽ അദ്ദേഹം ജീവിക്കുന്നു, മലയാളിയാണ്. ഇപ്പൊ ജീവിച്ചിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഒരു 63 വയസ്സ്, 60+ ആയി. അദ്ദേഹം ഒരു സിദ്ധി അവകാശപ്പെടാനുള്ള, അദ്ദേഹത്തിന് തന്നെ അത്ഭുതമാണ് ഇതെങ്ങനെ സംഭവിക്കുന്നത്. ഏത് ക്ഷേത്രത്തിൽ പോയാലും അദ്ദേഹത്തിന് കിട്ടുന്ന അനുഭവം. ഞാനൊരു എക്സാമ്പിൾ പറയണം. അപ്പോൾ എന്ന് വെച്ചാൽ അതാണ് ആധ്യാത്മികത എന്നല്ല ഞാൻ പറഞ്ഞത്. അതൊരു സർട്ടൻ സ്റ്റേജ് എത്തുന്ന ആൾക്കാർ അത്തരം ഊർജത്തിന്റെ ശക്തമായിട്ടുള്ള വലയങ്ങളുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ മറ്റു ഊർജ രൂപങ്ങൾ അവർക്കറിയുന്ന രീതിയിൽ ആ വ്യക്തിയെ ആരാധിക്കും അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. അല്ലാണ്ട് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനെ ഭജിക്കുക, സിദ്ധികൾക്ക് വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ അതിനുള്ള വിദ്യ ഞാനിപ്പോൾ വേണമെങ്കിൽ പറയാം. കുന്നിക്കുരുവിൻ്റെ പരിപ്പെടുത്തിട്ട് ഒരു പ്രയോഗമുണ്ട് വെള്ളത്തിന് മുകളിൽ നടക്കാനുള്ളത്. ഇവിടെ കേരളത്തിലെ ജാലവിദ്യയിൽ ഉപയോഗിച്ചിരുന്നതാണ്, വാഴക്കൊന്നും തിരുമേനിയൊക്കെ. അപ്പോൾ അത് പഠിക്കാൻ ജാലവിദ്യ പഠിച്ചാൽ മതി. അതിന് ഇപ്പോൾ ശിവലിംഗം കയ്യിൽ വരുത്താനോ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നമുക്ക് ചില വിദ്യകൾ നമുക്ക് ചെയ്യാം. അത് എന്താ പറയുക, മാനിഫെസ്റ്റേഷനും ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. പ്രകൃതിയിൽ ഒരു സാധനവും ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊണ്ട് എടുത്തുകൊണ്ട് വരാണ്ട് യു കനോട്ട് റീബിൽഡ് ഇറ്റ്. അത് നമ്മൾ മറ്റ് സെമറ്റിക് സിസ്റ്റങ്ങളിലും കാണാം. അപ്പോൾ 3 ദിവസം കൊണ്ട് ഞാൻ എൻ്റെ ശരീരം പുനർനിർമ്മിക്കുന്നു പറയേണ്ടി യേശു. ഒരു പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. പഞ്ചഭൂതങ്ങളെ പൂർണ്ണമായിട്ടും കൺട്രോൾ വന്നിട്ടുള്ള ഒരു യോഗിക്ക് ഹി ക്യാൻ റീബിൽഡ് ഹിസ് ബോഡി. കാരണം നമുക്ക് ഈ 5 എലമെന്റേ ഉള്ളൂ. ഇതാണ് നമ്മുടെ 5 കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ്. നമ്മൾ സിമെന്റ്, കമ്പി, കല്ല്, ചരല് ഇതൊക്കെയല്ലേ വീട് പണിയും ഉപയോഗിക്കുന്നത്. മരം, നമുക്കതുമാതിരി ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഈ 5 ഉള്ളൂ. അത് വെച്ചിട്ടാണ് ഈ ബാക്കിയുള്ള സകല അഭ്യാസം. അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ പോലും കൺട്രോളിലേക്ക് വരും മനസ്സ് ഒരു പെർട്ടിക്കുലർ തലത്തിലുള്ള വൈബ്രേഷനിലെത്തുമ്പോൾ. അതായത് ഈ പറയുന്ന സ്കാറ്റേർഡ് ചിന്തകൾ ഒടുങ്ങി ഏറ്റവും മിനിമമായിട്ടുള്ള ഒരു ഓപ്റ്റിമം ലെവലിൽ എത്തുന്ന സമയത്ത് നമുക്ക് സാധനയിലെ അനുഭവങ്ങൾ ഉണ്ടാകും. അതല്ലാണ്ട് കണ്ണടച്ചിരിക്കും, നീല വെളിച്ചം കാണുന്നു, ഞാൻ ഗുരുവായൂർ പോയപ്പോൾ ഒരു കുട്ടി എൻ്റെ മിഠായി തട്ടി പിടിച്ചോണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചാടി കയറിയിട്ട് ചിന്തിക്കാൻ പറ്റും. വളരെ സൂക്ഷിച്ചിട്ട് വേണം പരീക്ഷിക്കാൻ. നമ്മുടെ മനസ്സ് നമ്മളെ എപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കും സാധനം. അത് ദി അതർ ആണ് എന്ന് നമുക്ക് സദാ ഉറപ്പ് വരുത്തണം. 100 വട്ടം ഉറപ്പ് വരുത്തണം. അല്ലാണ്ട് ഒരാളോട് പറയുപോലും ഒരു അനുഭവം ഞങ്ങൾ സാധാരണക്കാരനെ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി, അതൊരു ന്യായമേ അല്ല. പ്രകൃതിയിൽ അങ്ങനത്തെ ന്യായങ്ങളില്ല. പ്രകൃതിക്ക് സാധാരണക്കാരൻ, കുട്ടി, അതുകൊണ്ടൊന്നും ഒരു എന്താ പറയാ, ഈ ദരിദ്രനാണെങ്കിൽ ഭഗവാന്റെ കൃപ കിട്ടുള്ളൂ, സമ്പന്നന് ഭഗവാനില്ല. ഇതൊക്കെ ശുദ്ധ നോൺസെൻസാ. സോഷ്യലിസം ഒന്നുമില്ല ആധ്യാത്മികതയിൽ. പൂർവകർമ്മം, ഉപാസന, അതാണ് ക്വാളിഫിക്കേഷൻ. അത് നമ്മളല്ല നിശ്ചയിക്കുന്നത്. ഭഗവാൻ തരും സർട്ടിഫിക്കറ്റ്, പ്രപഞ്ചം തരും, ബോധം, ആ ബോധവസ്തു നമുക്ക് അങ്ങോട്ട് അറിഞ്ഞു തരും. നീ ഇതാണ് എന്ന് പറയും. അതാണ് ഇത് പറയാൻ നല്ല. ഒരു ചോദ്യത്തിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇപ്പൊ ഈ 2 ചോദ്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് അനവധി വിഷയങ്ങൾ ഇങ്ങനെ പിടിച്ചു പോകാൻ പറ്റും. കാരണം ഈ ഫണ്ടമെന്റൽ ഉറച്ച ഉണ്ടല്ലോ, നമ്മുടെ അനവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നെ വരും, ഉള്ളില് തന്നെ വരണം. അത് പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞിട്ടല്ല, അകത്തുനിന്ന് നമുക്ക് ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഐഡിയ ഇതാണ് എന്ന് അറിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടായി വരുന്ന ആ ഉത്തരങ്ങളുടെ വില, അതിന്റെ വാല്യൂ, അതിന്റെ ഉറപ്പ് ചില്ലറയല്ല. അത് ചില്ലറയല്ല, അത് ഒരു മധുരമാണ് ശരിക്കും. അത് ഭഗവാൻ നമുക്ക് തന്നെ ഗിഫ്റ്റായിട്ട് സ്വീകരിക്കുന്നു. ചില ഉത്തരങ്ങൾ, പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഉത്തരങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും. ഇതിനെയാണല്ലോ നമ്മൾ നിധിധ്യാസനം എന്ന് പറഞ്ഞു വെച്ചത് അല്ലേ? ശ്രവണം, മനനം, നിധിധ്യാസനം. ലയിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സില്ലാതെ ആവുക എന്നുള്ളതാണ്. സുഷുപ്തിയിൽ നമുക്ക് ലയമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അതില്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് സുഖം കിട്ടിയെന്ന് നമുക്ക് തോന്നുന്നത്. ഈ ലയനം എന്ന് പറയുന്നത് മനസ്സില്ലായ്മയാണോ? മനസ്സില്ലാതാവുക മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് എന്താണോ നമ്മൾ ഇല്ലാതാവുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് നിന്നിരുന്നത്, ആ വസ്തുവിന്റെ അന്തസത്തയും നമ്മുടെ അന്തസത്തയും ഒന്നാണെന്നുള്ളൊരു ബോധാവസ്ഥ. ധ്യാനിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഡോട്ടാവാം, ഒരു നാളാവാം, അല്ലെങ്കിൽ ഭഗവാന്റെ മുഖമാവാം, പാദമാവാം, എന്തോ ആവാം. ഇതിന്റെ അകത്തുള്ളൊരു അന്തസത്ത ഉണ്ടല്ലോ, ആ അന്തസത്തയായിട്ട് ഒന്നായിട്ട് തീർന്നു നിൽക്കുക.
അതിൽ ആ അവസ്ഥയിൽ നിൽക്കുക എന്നുള്ളതാണ്. അത് സുഷുപ്തിയും കടക്കുമ്പോഴാണ്. കാരണം സുഷുപ്തിയിലും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല. അവിടെ അറിയും. നമ്മളത് അവെയറായിട്ട് നമ്മൾ അതിൽ നിൽക്കണം. സുഷുപ്തി നമ്മളറിയില്ല. ആ നേരത്തെ എന്താ ഇടിവെട്ടിയാലും കേട്ടോ വെടിഞ്ഞ് വീണാൽ പോലും നമ്മളറിയില്ല. നേരെ കുറച്ച് മനസ്സ് ആണ് ആ സുഖം അറിഞ്ഞെന്നുണ്ടെങ്കിൽ സ്വപ്നം കണ്ടിട്ടുണ്ട്. മനസ്സ് ഉണർന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ മനസ്സിനറിയുള്ളൂ അത് സുഖമാണെന്ന്. ഞാൻ ഉറങ്ങി നന്നായിട്ട്. പക്ഷെ മനസ്സ് ഉണർന്നിട്ട് മനസ്സാണ് ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. കാരണം മനസ്സ് ഉണർന്നിരിക്കുകയാണ്. മനസ്സിൽ ഉണർന്നിരുന്ന ചിത്രങ്ങൾ കാണിച്ചു തന്നുകൊണ്ടിരുന്നേ പറ്റൂ. അപ്പൊ സുഖമായിട്ട് ഉറങ്ങി ആരാ പറയുന്നത്? ബോധം. പക്ഷെ ആ ബോധം ആ സമയത്ത്, അത് അനുഭവിച്ച സമയത്ത് സുഖമാണെന്ന് അറിയുന്നില്ല. ഉണർന്ന് എഴുന്നേറ്റിട്ട് കഴിഞ്ഞിട്ടാ പറയണത് ഞാൻ സുഖമായിട്ട് ഉറങ്ങി. ലയം വരുമ്പോ സമാധിയിൽ എന്താ വെച്ചാൽ ഞാൻ സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉറങ്ങി ആ അവസ്ഥയിലാണ്, ഞാൻ ആ സുഖത്തിലാണ്. ഈ സുഖവും ദുഃഖത്തിനും സംസ്കൃതത്തിലെ വാക്കുകളുടെ ബ്യൂട്ടി അത്ര അറിയും. ഈ ഖം എന്നുള്ള ശബ്ദം കൊണ്ട് ആകാശം എന്നർത്ഥം. മൈൻഡ് സ്പേസ്, ചിദംബരം. ആകാശത്ത് സഞ്ചരിക്കണവൻ കേചരൻ. സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു പര്യായമാണ്. അതിനുപയോഗിക്കുന്ന മുദ്രയാണ് ഈ കാണേണ്ട നാക്ക് നീട്ടി. കേജരി മുദ്ര യോഗികൾക്ക് വളരെ പ്രധാനപ്പെട്ട മുദ്രയാണ്. മഹാദേവൻ സദാ കേജരി മുദ്ര ഇല്ലാണ്ട് ഭഗവാൻ സംസാരിക്കില്ല. നമ്മൾ സീരിയലിലെ ഭഗവാൻ സംസാരിക്കുന്നതാണുള്ളൂ. മഹാദേവൻ സംസാരിക്കില്ല. ഭഗവാന്റെ ശബ്ദം എന്നെങ്കിലും കേൾക്കാൻ പറ്റുള്ളൂ. മുദ്രകളിലെ മുഴുവൻ ഈ ലോകത്തുള്ള സകല മുദ്ര അദ്ദേഹം ഉണ്ടാക്കിയതാണോ? ഈ ഡാൻസിനും തന്ത്രത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന മഹാദേവൻ എന്തിനാ? തനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാ. മൗനത്തിൽ ആരെയും നാക്കെടുത്ത് വളച്ച് അകത്ത് കിട്ടിയിരിക്കുക. അതിനാണ് കേജരി മുദ്ര എന്ന് പറയും. ആ പരമമായിട്ടുള്ള മൈൻഡ് സ്പേസിലത്തെ, അതായത് ആ ചിദംബരാവസ്ഥയിലത്തെ സുഖം, ആ അവസ്ഥയായിട്ട് ചേർന്ന് നിന്നാൽ സുഖം, അതിൽ നിന്ന് വീണാൽ ദുഃഖം, അതിനെ കീറി കുറിച്ചാൽ നഖം. ഖം എന്നുള്ള ശബ്ദം കൊണ്ട് ആകാശം കൊടുത്തിരിക്കുന്നു. ഇത്ര രസമാണ്. ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ചെറിയ ചെറിയ ഈ ശബ്ദങ്ങൾ വെച്ചിട്ടുള്ള കളികളുണ്ടോ സംസ്കൃതത്തിൽ? അപ്പം ആ അവസ്ഥയിൽ നമ്മളത് അറിയും. വി ആർ അവെയർ ദാറ്റ് വി ആർ ഇൻ ദ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്. മറ്റേ നമ്മളത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയണം. ഇപ്പൊ കഥകൾ പറയുമ്പോ ഇപ്പൊ ശ്രീനിവാസൻ ലക്ഷ്മി ദേവിയുടെ മാരേജിനെ പറ്റി പറയാറുണ്ട്. അതുപോലെ കൃഷ്ണന്റെ രാധയുടെ ഒക്കെ കഥകൾ പറയാറുണ്ട്. പക്ഷെ കൃഷ്ണൻ അല്ലെങ്കിൽ രാധ എന്ന് പറയുന്ന അത് കൃഷ്ണന്റെ ഹൃദയതാളമാണെന്ന് പറയാറുണ്ട്. പിന്നെ ബർസാനയിലെ രാധയുടെ അതിനെ പറ്റിയെല്ലാം പിന്നെ വിസ്തരിച്ച് പറയാറുണ്ട്. അതെങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞാൻ രാധയെ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇല്ല, രാധയെ പറ്റി പറയാറില്ല. അല്ല, ലക്ഷ്മി ദേവിയുടെ കല്യാണം പറയാറുണ്ട്. ലക്ഷ്മി നമ്മുടെ സുഷുമ്നയായിട്ടാണല്ലോ പക്ഷെ അതിന്റെ കഥകളും പറയാറുണ്ട്. ഓരോ സ്റ്റേജിൽ ഓരോന്നും പൊങ്ങി വന്നു, അത് നമ്മുടെ ഹൃദയം അത് ഉയരുന്നു. അപ്പൊ ഇത് തമ്മിൽ ഇതൊന്ന് മിത്താണ്, ഒന്ന് കഥയാണ്. അതെങ്ങനെ കോർഡിനേറ്റ്? അല്ല, അതായത് കഥ എപ്പോഴും പറയേണ്ടി വരുന്നത് എപ്പോഴും എന്താ വെച്ചാൽ ഒരു അണ്ടർലൈൻ പ്രിൻസിപ്പിൾ നമ്മൾ നമ്മുടെ സ്വന്തം എഫർട്ട് എടുത്ത് മനനം ചെയ്ത് കണ്ടുപിടിക്കണമെന്ന് ഏതോ ഒരു ഹയർ ഇന്റലക്റ്റിന് നിർബന്ധമുള്ളതാണ്. അതായത് സ്പൂൺ ഫീഡിങ് അല്ല, ഒരു കഥ ഇട്ട് തരുന്നു. ഒരു കഥ ഇട്ട് തരുന്നു. ആ കഥ ഇട്ട് തന്നു കഴിഞ്ഞ് നമുക്കത് പല തലത്തിൽ നമ്മുടെ പൂർവ്വകർമ്മത്തിനനുസരിച്ചും നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ വായിച്ചറിഞ്ഞതും ഇന്ററാക്ട് ചെയ്തതുമായിട്ടുള്ള അനുസരിച്ച് നമ്മുടെ ഒരു മനസ്സിന്റെ സംസ്കാരം അനുസരിച്ചിട്ട് ഓരോരുത്തരും ഇത് ഉൾക്കൊള്ളുന്നു. ഇത് ഏത് തലത്തിലും ഉൾക്കൊണ്ടാലും ആസ്വാദ്യകരണമെന്നുള്ളത്. ഏറ്റവും താഴത്തെ തട്ടിൽ അത് കഥ മാത്രമായിട്ട് എൻജോയ് ചെയ്തിട്ട് ഭഗവാനോടുള്ള സ്നേഹത്തിൽ മുഴുകുന്നവർക്ക് അങ്ങനെയാവും. എന്നാൽ ഈ കഥകളുടെ ഒക്കെ മിക്കതിന്റെ ഉത്ഭവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വ്യാസമഹർഷി സമാധിയിൽ കണ്ടു, വാൽമീകി സമാധിയിൽ കണ്ടു എന്നാണ് പറഞ്ഞത്. സ്വപ്നത്തിലേ കണ്ടതിനെ നമ്മൾ രാവിലെ അടിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു എന്താണാവും കാരണം എന്നാ ചിന്തിക്കുക. ആ കണ്ടതിനെ അതേപടി നമ്മൾ വിഴുങ്ങാറില്ല. ഇവര് സമാധി കണ്ട കാര്യങ്ങളത്, ഇതിനെയാണ് നമ്മൾ അതേപടി വിഴുങ്ങുന്നത്. അത് അതേപടി വിഴുങ്ങേണ്ടതല്ല. അതിനെ സമാധി ഭാഷ അല്ലെങ്കിൽ സാന്ധ്യ ഭാഷ എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും? ചിലപ്പോൾ ചില പ്രഭാഷണങ്ങളിൽ മനസ്സിൽ അത് ആ നേരത്ത് ഗുരുവായൂരപ്പൻ തോന്നിക്കാനാണ് ആരോ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ആ ആൾക്ക് അത് ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഇനി നാളെ കേൾക്കാൻ പോണ ഏതോ ഒരാൾക്ക് ആവശ്യമുള്ളൂ, ഒന്ന് ഡോസ് കൂട്ടും, അതിനെ ഒന്ന് തട്ടിക്കൊടുക്കും. ഇപ്പൊ മുതുവറ ഭാഗവതം പറഞ്ഞു, 12 ദിവസം ഭാഗവതം, രാവിലെ 6:30 തുടങ്ങും, വൈകുന്നേരം 6:30 വരെ. വേറെ ആരും പറയാനൊന്നുമില്ല, ഞാൻ തന്നെ പറയാം ഇരുന്നിട്ട്.
ഒരു സ്ഥലത്ത് പോലും ഞാൻ കഥയായിട്ട് പറഞ്ഞില്ല, മുഴുവൻ ഇങ്ങനെയാ പറഞ്ഞു. ഇപ്പൊ മാഡം പറഞ്ഞ ആ പാറ്റേണിലാണ് അതിന്റെ അകത്തെ എടുത്തിട്ടാണ്. ഇപ്പൊ സാറ് ചോദിച്ചൊരു ചോദ്യത്തിലേക്കുള്ള കൺഫ്യൂഷൻ വെച്ചിട്ട് ഇത് ഉത്തരം പറയാം. വാസന എന്താ ചോദിച്ചു? വാസന എവിടുന്നാ വരുന്നത്? വാസന എങ്ങനെയാ നമ്മുടെ ഉള്ളിൽ ആക്ടിവേറ്റ് ആവുക? മെന്റൽ ആക്ടിവിറ്റി കൂടെ, തോട്ടിന്റെ ആക്ടിവിറ്റി കൂടെയാണ് ആദ്യം വാസന പുറത്തേക്ക് വരും. പിന്നെയാണ് അത് ശരീരത്തിന്റെ ആക്ടിവിറ്റി ആയിട്ട് ട്രാൻസ്ലേറ്റഡ് ആവുന്നത്. മനസ്സിൽ ആദ്യം വാസന ഉളവാക്കുന്ന ആക്ടിവിറ്റിയെ വൃത്തി എന്ന് പറയും. അതാണ് നമ്മൾ പ്രവൃത്തി എന്നും പറയുന്നത്. വൃത്തികൾ, മനസ്സിന്റെ വൃത്തികൾ. അല്ലാണ്ട് മലയാളത്തിലെ മറ്റേ ക്ലീൻനെസ് ആണ് വൃത്തി അല്ല, വൃത്തി. ഈ വൃത്തികൾക്ക് ഒരു അസുരരൂപം വന്നാൽ അവൻ വൃത്രാസുരൻ. ആ വൃത്തി എങ്ങനെ നശിപ്പിക്കും? തപശക്തി കൊണ്ടേ നശിപ്പിക്കാൻ പറ്റുള്ളൂ. വിത്ത് വറക്കണം. അതുകൊണ്ട് ദധീചിയുടെ എല്ലിന്റെ ആവശ്യം വന്നു. എങ്ങനത്തെ തപശക്തി? ശരീരത്തിനെ ത്യജിച്ചിട്ട് കൊടുക്കണം. എടുത്തോ എന്റെ ദേഹം എന്ന് പറഞ്ഞു. ആരാ വൃത്തിയെ നശിപ്പിക്കേണ്ടത്? ആ വൃത്തിയെ കൊണ്ട് ഏറ്റവും ഉപദ്രവം അനുഭവിക്കുന്നത് ആരാ? മനസ്സാരാ? ഇന്ദ്രിയങ്ങളുടെ രാജാവാണ് ഇന്ദ്രനാണ്. മനസ്സിനെ വൃത്തി വിഴുങ്ങും, പക്ഷെ അടിച്ച് പുറത്തു വന്നോളണം തപശക്തി ഉപയോഗിച്ചിട്ട്. അതിനെ വജ്രം എന്ന് വിളിക്കും. അതുകൊണ്ട് എത്ര സിമ്പിളായിട്ടാണ് വെച്ചിരിക്കുന്നു. നാരായണ കവചം പറഞ്ഞു കൊടുക്കുന്നത് വിശ്വരൂപൻ എല്ലാവർക്കും അറിയാം. എല്ലാവരും ചോദിക്കും, നാരായണ കവചം ഇന്ദ്രന് പറഞ്ഞു കൊടുത്ത വിശ്വരൂപൻ ഇന്ദ്രന്റെ വാളിന് ഇരയാവേണ്ടി വന്നില്ല, അയാൾക്ക് സ്വയം രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ. നമ്മുടെ ഇവിടെ ചില ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആരാ വിശ്വരൂപനും ആരാ ഇന്ദ്രനും മനസ്സിലാവും. വിശ്വരൂപൻ എന്ന് പറഞ്ഞാൽ വിശ്വത്തെ മുഴുവൻ ഒരൊറ്റ രൂപത്തിൽ എല്ലാം ഒന്നാണെന്ന് കാണുന്നത്. അതുകൊണ്ടാണ് പുരാണത്തിൽ അവന്റെ അച്ഛൻ ഋഷിയും അമ്മ അസുര സ്ത്രീയെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മനസ്സിലെ ക്ലാസിഫിക്കേഷൻ പ്രകാരം അസുര സ്ത്രീയുടെ മകനാണെന്ന് പറഞ്ഞാൽ ഉടനെ അവൻ മോശം. നമ്മൾ അങ്ങനെ കണ്ടീഷൻഡാണ്. നമുക്ക് വിശ്വഭാവനയില്ല. നമ്മൾ വലിയ കാര്യത്തിൽ ഗുരുവായൂരപ്പാനൊക്കെ വിളിക്കും, പക്ഷെ ഗുരുവായൂരപ്പൻ വിശ്വഭാവനയാണെന്നുള്ള ബോധം നമുക്കില്ല. വിശ്വരൂപൻ അങ്ങനെയല്ല. വിശ്വരൂപൻ എല്ലാം ഒന്നായിട്ടാണ് കണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? ചെയ്ത ആഹുതികളൊക്കെ ദേവന്മാർക്ക് കൊടുക്കുന്നതിനൊപ്പം തന്നെ അസുരന്മാർക്ക് കൊടുത്തു. അയാൾക്ക് എല്ലാം ഒന്നാണ്. അയാൾക്ക് എല്ലാം ഒന്ന്. നമ്മളെന്തോ പറയും, അയാളുടെ നമ്മുടെ വീട്ടുകാരെ കൊണ്ട് കൊടുത്താണ്. അതുകൊണ്ട് അയാൾക്ക് വിശ്വരൂപൻ എന്ന് പേര് കൊടുത്തിരിക്കുന്നു. തൃശിരസ് എന്ന് അദ്ദേഹത്തിന് പേരുണ്ടെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്നത് വിശ്വരൂപൻ എന്നാണ്. എന്തുകൊണ്ട് തൃശിരസ്? ഭൂതത്തിലും ഭാവിയിലും വർത്തമാനത്തിലും വിശ്വത്തെ ഭഗവാന്റെ സ്വരൂപമായിട്ട് കാണുന്നതുകൊണ്ടാണ് 3 തല കൊടുത്തത്. ഇത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളുണ്ട്. ലോകത്തിൽ എല്ലാറ്റിലും ഒരേ വസ്തുവാണെന്ന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വസ്തുവേ ഉള്ളൂ, നമ്മുടെ മനസ്സ്. അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഇന്ദ്രനെ അംഗീകരിക്കാൻ സാധിക്കില്ല. ഇന്ദ്രൻ എന്ത് ചെയ്തു? എണീച്ചു, കയ്യിലുള്ള വാളുകൊണ്ട് അതിനെ വെട്ടി വിശ്വഭാവനെ കൊന്നു. വിശ്വഭാവന ഇല്ലാണ്ടാക്കി. ആ വിശ്വരൂപനാണ് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും നാരായണന്റെ സ്പർശം, ബ്രഹ്മത്തിന്റെ സ്പർശം അറിയിപ്പിച്ചു കൊടുക്കുന്ന നാരായണ കവചം പറഞ്ഞു കൊടുക്കുന്നത്. നാരായണ കവചം ബ്രഹ്മവിദ്യയായിട്ട് ഞാൻ മുടക്കുഴ സത്രത്തിൽ പറഞ്ഞ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ട്, കേട്ടാ മനസ്സിലാവും. ഓരോ മന്ത്രം എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയാണ് വേദാന്തമാണോ. അത് ശരിക്കും നാരായണ കവചം ചെല്ലണത് ഈ ബ്രഹ്മഭാവന ഉറപ്പിക്കാനാണ്. അല്ലാണ്ട് എൻ്റെ അയൽക്കാരൻ എന്നെ തല്ലരുത്, ബന്ധു ആവിചാരം ചെയ്യരുത്, അതിനല്ല. അതതിൻ്റെ താനെ വന്നോളും. നമ്മളിൽ എത്രത്തോളം ബ്രഹ്മചിന്ത, ബ്രഹ്മഭാവന ഉറയ്ക്കണോ, ബ്രഹ്മവർച്ചസ് ഉറയ്ക്കണോ, അത്രയും നമ്മളെ പിന്നെ ഒന്നും ബാധിക്കാണ്ടോ. ഒരു മന്ത്രവും ബാധിക്കില്ല, ആരെന്ത് ചെയ്താലും ബാധിക്കില്ല. വികാരങ്ങൾ തന്നെ നമ്മളെ ഒരു പരിധി കഴിഞ്ഞിട്ട് നമ്മളെ ഓവറായി സന്തോഷിപ്പിക്കൂല, മതിമറപ്പിക്കൂല. അതേമാതിരി തന്നെ ദുഃഖം കൊണ്ട് നമ്മൾ തളർന്ന് തകരൂല. അത് ആ അവസ്ഥ എത്തും. അത് അനുഭവിച്ചേ പറയാൻ പറ്റുള്ളൂ. വാക്കാരെ പറഞ്ഞിട്ട് മോട്ടിവേഷൻ ക്ലാസ്സിൽ ഇരുന്നാലും ട്രെയിനിങ്ങിന് പോയാലൊന്നും കിട്ടില്ല. അത് കോർപ്പറേറ്റ് ട്രെയിനിങ്ങിലൊന്നും അത് കിട്ടില്ല. കോപ്പി ജില്ലിന്റെ മുകളിൽ നടത്തിയോണ്ടോ കനലിന്റെ മുകളിൽ ഓടിച്ചോണ്ടൊന്നും അത് കിട്ടില്ല. അത് ഉള്ളിൽ നിന്ന് വേണം. അപ്പൊ വിശ്വരൂപന്റെ കഥയിലെ അത് വരുന്നുണ്ട്. വിശ്വഭാവന ഉള്ള ഒരുത്തനെ നാരായണ കവചം ഉപദേശിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വിശ്വരൂപനെ കൊണ്ട് അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഉപദേശിപ്പിക്കുന്നു. അവിടെ അത് ഉപദേശിപ്പിക്കുന്നു. അത് കിട്ടുന്നത് ആർക്കാ? മനസ്സിനാണ് നാരായണ കവചം പറഞ്ഞു കൊടുക്കുന്നത്. ആ മനസ്സിന് പക്ഷെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിന്റെ അണ്ടർലൈൻ ഫിലോസഫി എല്ലാറ്റിലും ഈശ്വരനുണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, പ്രഭാഷണം കേട്ടിട്ടുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഒരു പുഴയില് ഒരു ദുഷ്ടനും ഒരു നല്ലവനും കൂടെ പോയി വെള്ളം കുടിക്കാൻ ഞാൻ എപ്പോഴും പറയാറുള്ളതാ. പുഴ പറയണ്ടോ സ്റ്റോപ്പ് എന്ന് പറയില്ല ദുഷ്ടന്റെ അടുത്ത്, നീ വെള്ളം കുടിക്കരുത്, നല്ലവൻ മാത്രം കുടിച്ചാൽ മതി എന്ന് പറയും. പ്രകൃതിയിലെ എല്ലാ വിഭവങ്ങളും ഈശ്വരനും അങ്ങനെയുണ്ട്. നമ്മൾ പറയും ദുഷ്ടന്മാര് പന പോലെ വളരുന്നു. ഇവിടെ അതിലൊന്നും അർത്ഥമില്ല. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം അത് സാർവജനീനമായിട്ട് നിൽക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ വിശ്വഭാവനെ നശിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ
ക്ലാസിഫിക്കേഷൻസ്. ആ മനസ്സ് ആ വിശ്വഭാവനയുടെ തലയിറക്കും. തലയിറത്ത് കഴിഞ്ഞാൽ വാസനാരൂപിയായിട്ടുള്ള വൃത്തം പുറത്ത് ചാടും. ആണല്ലോ തൊഷ്ടാവുന്നതാണല്ലോ. തൊഷ്ടാവ് വീണ്ടും ഇന്ദ്രശത്രും വർദ്ധകൾ ഹോമം ചെയ്തെന്ന് പറഞ്ഞാണല്ലോ കഥ അങ്ങോട്ട് പോണത്. ഇത് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ പരീക്ഷിച്ച് ചോദിക്കും, സ്റ്റോപ്പ്, എനിക്കൊരു സംശയം, ഇതെന്ത് കഷ്ടമാണ്? വിശ്വഭാവന ഭഗവാൻ എല്ലാവർക്കും ഉള്ളതാണെന്ന് പറഞ്ഞു, എന്നിട്ട് എപ്പോഴും അസുരന്മാർക്ക് മാത്രം പണിഷ്മെന്റും ദേവന്മാർക്കൊക്കെ വളരെ നല്ലത്, ഇതെന്താ അങ്ങനെ എന്ന് ശുഭമഹർഷിയോട് ചോദിക്കും. പറയും, നിന്റെ മുത്തച്ഛൻ യുധിഷ്ഠിരനും ഇതേ ചോദ്യം ചോദിച്ചു. അന്ന് നാരദൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തൊരു കഥ പറയാന്ന് പറഞ്ഞാൽ നരസിംഹാവതാരം പറഞ്ഞു, എങ്ങനെ അസുരന് ഭഗവാനെ കിട്ടാം, ഏത് ഭാവത്തിൽ നമ്മൾ വളർന്നാലും ആ ഭാവം ഉപയോഗിച്ച് ഭഗവാനെ കിട്ടാം. അസുരഭാവം ഉപയോഗിച്ച് ഭഗവാനെ കിട്ടിയ കഥയാണ്, അല്ലാണ്ട് പ്രഹ്ലാദന്റെ കഥയല്ല. ഹിരണ്യകശിപുവിന്റെ മോക്ഷ കഥയാണ് നരസിംഹാവതാരം. അത് നാരദൻ അവസാനം പറയുന്ന ഒരു ഡയലോഗിലാണ് അതിന്റെ കീ കിടക്കുന്നത്. അദ്ദേഹം അത് പേടിച്ചിട്ടാണ് പറയാത്തത്. ഇപ്പൊ നമ്മളിപ്പോ പേടിക്കണില്ലേ, ഓരോരുത്തന്മാർ നമ്മളെ അടിച്ചു മാറ്റി റീലുണ്ടാക്കി വേറെ അവസ്ഥയാക്കുന്നത് ആലോചിച്ചിട്ട് പേടിക്കണ പോലെ അന്ന് പേടിച്ചിട്ട് അദ്ദേഹം പറയണത്, ഭക്തിയിൽ ഏറ്റവും സുഗമവും ക്ഷിപ്രഫലവും ഉണ്ടാക്കുന്നത് വിരോധ ഭക്തിയാണ്. യുധിഷ്ഠിര എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കണത് എന്ന് വെച്ചിട്ട് ഭഗവാനെ ചീത്ത വിളിച്ചോണ്ടിരിക്കണമെന്നല്ല, അത് നമ്മളെ കൊണ്ട് പറ്റില്ല. ഹിരണ്യകശിപുവിന് അത് സാധിക്കുമായിരുന്നു. അദ്ദേഹം അതിന് പോകുന്ന ആളായിരുന്നു. അവരൊക്കെ വീരസാധകരായിരുന്നു. ഭഗവാനെ വെല്ലുവിളിക്കുന്നു. കംസൻ പേടിച്ചിട്ടും ഹിരണ്യകശിപു വെറുത്തിട്ടും ഭഗവാനെ നേടിയെന്നാണ്. അത് ഏറ്റവും ആത്മവികാരം കൊണ്ടാണ് മനസ്സ് ഒരു ചിന്തയിൽ പോയിട്ട് സ്റ്റക്കാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല ചിന്ത കൊണ്ട് ഒരു ചിന്തയിൽ പോയിട്ട് സ്റ്റക്കാവില്ല. ഞാൻ പലപ്പോഴും പറയാറുള്ള സാധനമാണ്, നമ്മളുടെ വിജയം നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ ശത്രു അതാദ്യം കാണണം. അവൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്തത് എന്നാ പറയുക. അതേപോലെ നമുക്കൊരു പരാജയം പറ്റുമ്പോൾ അവനത് അറിയാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. നാണക്കാണോ, വീട്ടുകാരറിയാൻ കുഴപ്പമില്ല, ആരറിയില്ല, അവനറിയരുത്. ഇതാണ്. അപ്പൊ നമ്മുടെ മൈൻഡ് എവിടെയാണ് സ്റ്റക്കായിരിക്കണം? അധമത്തിലാണ്. ആ അധമത്തിനെ പ്യൂരിഫൈ ചെയ്യണം. ആ അധമത്തിന്റെ സ്പോട്ടിൽ ഭഗവാനെ കൊണ്ട് നിർത്തുന്നു. ശിശുപാലൻ എന്താ ചെയ്യുന്നു? ശിശുപാലൻ അസൂയ കൊണ്ട് ഭഗവാന്റെ അവസാനം ഞാൻ രാജസൂയം പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശിശുപാലന്റെ ഭർസനം നിന്ദാസ്തുതിയായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഓരോന്നും സ്തുതിക്കുക, ഭഗവാനെ സ്തുതിക്കുകയാണ്. അത് ആ സമയത്ത് എന്നിട്ട് വ്യാസഭാഷയുടെ വരികളാണ് ശുഭം പറയുക. എന്താണ് കുറുതരി ഓടിയിടുന്ന കേട്ടിട്ട് ഒന്നും മിണ്ടാതെ ഗുഹയുടെ പുറത്ത് സിംഹം ഇങ്ങനെ കിടക്കുമെന്ന് പറയാം. അതുപോലെ ഭഗവാൻ അങ്ങനെ ആ സിംഹാസനത്തിൽ ഇങ്ങനെ താഴോട്ട് നോക്കിയിട്ടിരുന്നു. അത് മുഴുവൻ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മിസ്റ്റേക്ക് 98, 99, 100 100 ആയത് നോക്കാൻ എണീച്ചു ചെയ്തു. അവിടെ നിന്നാണ് പിന്നെ ബാക്കിയുള്ള രണ്ടും പോണത്. അപ്പോ അവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും വളരെ വളരെ പ്രധാനമാണ്. അതുപോലെ ഹിരണ്യകശിപുവിന്റെ സിംബോളിസം, ഹിരണ്യാക്ഷന്റെ സിംബോളിസം, ഇതൊക്കെ ഭയങ്കര പ്രൊഫൗണ്ടാ. ഹിരണ്യാക്ഷൻ മമതയാ, അറ്റാച്ച്മെന്റാ. സ്വർണത്തിൽ കണ്ണുള്ളവെന്നാണ് വാക്കിന്റെ അർത്ഥം. സ്വർണത്തിൽ കണ്ണുണ്ടാവുമ്പോൾ അറ്റാച്ച്മെന്റ് ഉണ്ടാവുക അല്ലെ? സ്വർണത്തിനോട് അറ്റാച്ച്മെന്റ്. എന്തിനെവിടെയെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല, ഈ സ്വർണത്തിൽ കണ്ണുണ്ടാവും അല്ലെ? സ്വർണത്തിൽ കണ്ണുള്ള ആ മമതയെ ഇല്ലാണ്ടാക്കാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്താ? ചെകിട്ട് നോക്കി ഒന്ന് പൂജ, ഒരൊറ്റ അടി. വരാഹം എന്ന സുദർശനം കൊണ്ടാണോ വന്നത് ഹിരണ്യാക്ഷനെ? ബാക്കത്തെ കാലം കൂടി കുത്തിയിരുന്നു ആ പന്നി. എന്നിട്ട് അങ്ങോട്ട് എണീച്ചിട്ട് മുന്നത്തെ കാലത്ത് ചെകിട്ട് നോക്കി ഒരൊറ്റ അടിയാ കഴിഞ്ഞു. മമത പോകാൻ നമുക്ക് ചെകിടത്തൊരടി കിട്ടിയാൽ മതി. നമ്മൾ പറയും, എന്തു സ്നേഹിച്ചാ ഞാൻ അവനെ, ഇമ്മാതിരി ഒരു ചതി ചെയ്യുന്നു വിചാരിച്ചില്ല. കാരണം എന്താ? ചെകിടത്തടി കിട്ടി, മമത പോയി. എത്ര പുന്നാരിച്ച് വളർത്തിക്കൊണ്ടുവന്നാണ്, എന്നാലും ഇവള് ഒളിച്ചോടി പോകുന്നു വിചാരിച്ചില്ല മക്കളെ അല്ലേ? ചെകിടത്തടി കിട്ടി. ഞാൻ വിശ്വാസം എല്ലാം പണ്ട് എഴുതുമ്പോൾ ആ കഥ എഴുതി വെച്ച്. അപ്പൊ ഈ ചെകിടത്തടി കിട്ടിയാൽ മമത നശിക്കും. പക്ഷെ നശിക്കാത്ത വേറൊരു സാധനമുണ്ട്. അത് എന്താ അടി കിട്ടിയാലും നശിക്കില്ല. അത് ഒരായുധം കൊണ്ടും നശിക്കില്ല. അത് രാത്രിയും പകലും നശിക്കില്ല. വീടിന്റെ അകത്തും പുറത്തും നശിക്കില്ല. ദേവനും മനുഷ്യരും ബ്രഹ്മസൃഷ്ടികളോ ഒന്നും വിചാരിച്ചാലും അത് നശിക്കില്ല. അത് വളർന്നുകൊണ്ടേയിരിക്കുള്ളൂ അഹങ്കാരം. അതിനെ അതിതീവ്രമായിട്ടുള്ള സാധനയിലുള്ള ബ്രഹ്മബോധത്തിൽ മാത്രമേ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. ആ ബ്രഹ്മബോധത്തിന് ആകാരമില്ല. ന മനുജാകാരം ന മൃഗം. അതാണ് സിംഹം ഉമ്മറപ്പടിയിൽ വെച്ച് വീടിന്റെ അകത്തല്ല, പുറത്തല്ല, ആകാശത്തല്ല, ഭൂമിയിലല്ല. കാരണം ഈ സ്ഥലത്തൊന്നും അഹങ്കാരത്തിന് അല്ലാതെ നശിപ്പിക്കാൻ പറ്റില്ല. അഹങ്കാരമാണ് ഹിരണ്യകശിപു. സ്വർണത്തിൽ കണ്ണുള്ളവനായിരുന്നു ഹിരണ്യാക്ഷൻ. എല്ലായിടത്തും സ്വർണം വേണം എന്ന് ചടിച്ച് നടക്കണവനാണ് ഹിരണ്യകശിപു.
എന്തിലും ലാഭം കണ്ടെത്തുക, ലാഭം ഉണ്ടാക്കുക എന്നുള്ള ചിന്ത, അത് അഹങ്കാര ലക്ഷണമാണ്. ഒരുത്തരം മുതലെടുക്കുക, ഇതൊക്കെ അഹങ്കാര ലക്ഷണം. ചൂഷണം അതിൻ്റെ എക്സാമ്പിളായിരുന്നു. അപ്പോൾ അഹങ്കാരത്തിന് കൊല്ലണമെങ്കിൽ ചെറിയ ചെറുതടി എന്ന് പറയാം, അതിലൊരു ഡ്രാമ വേണം അവിടെ. അതിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് അതിഭയങ്കരമായിട്ടുള്ള ഒരു 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 എന്താ പറയുക, ഒരു ഷോഡൗണാണ് നടക്കുന്നത് ശരിക്കും. എന്നിട്ട് എവിടുന്നായിരിക്കണം അത് ഉയർത്തേണ്ടതെന്നുള്ളത് യോഗവിദ്യയുടെ രഹസ്യത്തിൽ വെച്ചു കൊടുത്തിരിക്കുന്നു. മൂലാധാരത്തെന്ന് വേണത്ര അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ. മൂലാധാരം ഭൂമിതത്വമാണ്. ഭൂമിതത്വം തൂണാണ്. സ്തംഭം എന്ന് പറഞ്ഞാൽ തൂണ് ഭൂമിയാണ്. പൃഥ്വി തത്വമാണ്. പഞ്ചഭൂതങ്ങളിൽ പൃഥ്വിയെ വേദിച്ചിട്ടാണ് ബ്രഹ്മബോധം പുറത്തേക്ക് വരേണ്ടത്. കുണ്ഡലിനി പുറത്തേക്ക് വരേണ്ടത് മൂലാധാരത്തിൽ നിന്നാണ്. തിരിച്ചു പോകേണ്ടത് മൂലാധാരത്തിലേക്കാണ് വീണ്ടും. അതുകൊണ്ടാണ് സീത ഭൂമിയിലേക്ക് വളർന്ന് വീണ്ടും പോയത്. സീത കുണ്ഡലിനിയാണ് തിരിച്ചു പോകുന്നത്. ഇത് തത്വാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ രാമായണവും മഹാഭാരതവും ഭാഗവും ഒക്കെ ഒന്നാ പഠിപ്പിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഈ സത്യാന്വേഷണത്തിന്റെ അനവധി മാർഗങ്ങളെ വളരെ സിമ്പിളായിട്ട് പഠിപ്പിക്കുക. നമ്മൾ പക്ഷെ ഇവിടെ കഥയും പറഞ്ഞു തമ്മിൽ തല്ലി നേരം കളഞ്ഞു. സിവിലൈസേഷൻസ് വളരും തോറും, ടെക്നോളജി വളരും തോറും കൂടുതൽ കൂടുതൽ കൺഫ്യൂഷൻസ്, കൂടുതൽ കൂടുതൽ സ്റ്റോറീസ്, കൂടുതൽ കൂടുതൽ വ്യാഖ്യാനങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ക്ഷേത്രത്തിന്റെ ഒരു അങ്കണത്തിൽ അല്ലെങ്കിൽ ഹെറ്ററോജനസ് ആയിട്ട് ഓഡിയൻസ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇത് പറയണതിന് പരിമിതി. നേരെ മറിച്ച് തലമനുസരിച്ചിട്ട് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എൻ്റെ ശ്രീവിദ്യാ ക്ലാസ്സുകൾ ഒന്ന് റെക്കോർഡാണ്. ഞാൻ എത്രയോ ശ്രീവിദ്യാ ക്ലാസ് എടുക്കും. ആ ശ്രീവിദ്യാ ക്ലാസ് ഒന്നും ഞാൻ റെക്കോർഡ് ചെയ്യാറില്ല. കാരണം അത് ആ ഗുരുമണ്ഡലത്തിലാണ് പഠിപ്പിക്കുക. അവിടെ അത് ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ്. ഇത് ഞാൻ പോയിട്ട് ഒരു അമ്പലപ്പറമ്പിൽ പോയിട്ട് ഭഗവതർ അമ്പലമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ശ്രീവിദ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരിവസ്യാരാവശ്യം ഭാവനപരിഷത്തൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതേ പറയാൻ പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ആ ദേവതയും ആ ടോപ്പിക്കിനെയും അതിൻ്റെ ആചാര്യന്മാരെയും ഒക്കെ അപമാനിക്കുന്ന അവസ്ഥയിൽ. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടിലാണ് ഇത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യപ്പെടുന്നത് പലപ്പോഴും. ഇപ്പൊ ഞാൻ മഹാദേവനെ ആരാധിക്കുന്ന ആ ശിവന് മറ്റൊരാളെ ശിവനെ ആക്കാൻ സാധിക്കുള്ളൂ. ശിവനെ വേറൊരാളെ ശിവനാക്കണമെങ്കിൽ ആദ്യം ശവം വീഴ്ത്തണം, ശരീരത്തെ എടുക്കണം. ഇത് ഞാൻ പറഞ്ഞതാണ്. ഒരു ആള് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ശിവക്ഷേത്രത്തിൽ ഒറ്റയ്ക്കിരിക്കുന്ന ശിവനെ പോയി തൊഴുതാൻ മരിച്ചു പോകുന്നു റീലടിച്ചത്. അത് ഞാൻ എന്ത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്, എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അതിരുദ്രത്തിന്റെ സമയത്ത് മമ്മിയൂർ അതിരുദ്രത്തിന്റെ 1ാം പ്രഭാഷണം ഉണ്ട് എൻ്റെ 1ാം ദിവസത്തെ പഞ്ചാക്ഷര മഹാത്മ്യം. അത് കേട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് കിടപ്പുണ്ട്. 2022 അതിരുദ്രത്തിന്റെ. അതിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രോബ്ലമാണ്, അനുഭവമില്ല. എന്തെങ്കിലും കേൾക്കണു, എവിടെ പഠിച്ചു വിടുന്നു. ഈ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ മാഡം ചോദിച്ചതിന് ഇത് റെക്കോർഡ് ചെയ്ത് നാളെ പോകണോണ്ട് എനിക്ക് പേടിയാണ്. കാരണം ഞാൻ പറയണത് ഏത് തരത്തിൽ ആൾക്കാരിലേക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഐ ഹാവ് റെസ്ട്രിക്റ്റഡ് മൈസെൽഫ് ഇൻ ആൻസറിങ് യുവർ ക്വസ്റ്റ്യൻ ഇൻ എ മോർ എലാബറേറ്റ്. ഇപ്പൊ സാറിന്റെ കാര്യത്തിൽ അത് ഞാൻ ചെയ്തു, അങ്ങയുടെ കാര്യത്തിൽ ഞാനത് ചെയ്തു. നിങ്ങളൊക്കെ ശരിക്ക് പൂർണ്ണ ആൻസർ അർഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എനിക്ക് മാപ്പ് തരണം, നിർത്തിയില്ല. ഐ എം ലൈക്ക് ഫോഴ്സ്ഡ് ടു റെസ്ട്രിക്ട് മൈസെൽഫ്. കേട്ട് ഉള്ള അറിവും വെച്ചിട്ടാണ് ചോദ്യം. 7 തലമുറയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധനയിൽ പറയുമല്ലോ 7 തലമുറയുടെ പിന്നിലേക്ക് സാധനയുടെ ഗുണം കിട്ടുന്നു. അതുപോലെ തന്നെ 7 തലമുറ അപ്പുറത്ത് അതിൻ്റെ നമ്മൾ സാധന ചെയ്യണ നമ്മുടെ കർമ്മം അവരെ ബാധിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാധനയ്ക്ക് 2 തലമുണ്ട്. ഒന്ന് നമ്മുടെ പൂർവ്വജന്മത്തിൽ നിന്ന് നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്ന നമ്മുടെ ഇഷ്ടദേവത. 2 നമ്മുടെ പൂർവികർ നമ്മുടെ കുടുംബത്തിന്റെ പരമ്പരകളുടെ രക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള പരദേവത. ഇതിൽ ഈ പരദേവതയാണ് ഈ പറഞ്ഞത് കൂടുതൽ ബാധിക്കുക. ആ പരദേവത നെഗ്ലക്ട് ചെയ്യുക. പിന്നെ ചില ഉപാസനകൾക്ക് ആ ദേവതാ സങ്കല്പങ്ങളെ നമ്മൾ ആവാഹിച്ച് ആരാധിക്കും. എവിടുന്ന് ആവാഹിക്കണം? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആവാഹിക്കണം. ഒരു ദേവതയും എവിടുന്നോ വരുന്നില്ല, നമ്മുടെ ആത്മാവിൽ തന്നെയാണ് എല്ലാ ദേവതകളും അടങ്ങിയിട്ടുള്ളത്. ഹനുമാൻ സ്വാമി ആണെങ്കിലും, ഗരുഡനാണെങ്കിലും, കാളിയാണെങ്കിലും, മഹാദേവനാണെങ്കിലും, ജാതൻ സ്വാമി ആണെങ്കിലും, ആരാണെങ്കിലും, നാരായണനാണെങ്കിലും ഒക്കെ നമ്മുടെ ആത്മാവ് തന്നെയാണ് നമ്മൾ ആവാഹിക്കുന്നത്. അപ്പൊ എന്തായി? അത് നമ്മുടെ പുത്രനോ പുത്രിക്കോ തുല്യമാണ്. നമ്മൾ നമ്മുടെ മക്കളൊക്കെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ട, അവർക്ക് ജോലിയായി കൊടുക്കേണ്ട, വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി പോകുന്നുണ്ട്. ഈ ദേവതയെ നമ്മൾ വഴിയിലിട്ടിട്ടാണ് നമ്മൾ മരിച്ചു പോകും. ആ ദേവതയ്ക്ക് നമ്മളൊരു സ്ഥാനം കൊടുക്കുന്നില്ല. പലപ്പോഴും പല ഉപാസകരും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഓരോ ദേവതകളുടെ ഉപാസന തുടങ്ങി വെച്ചിട്ടുണ്ട്. അവർക്കറിയില്ല അവരവിടെ ഒരു ബീയിങ് ആയിട്ട് ഇവരോടൊപ്പം ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇവർ ശരീരം വിടുമ്പോൾ ഈ വ്യക്തിയുടെ ആത്മാവിൽ നിന്നാണല്ലോ ഇതുണ്ടായിട്ടുള്ളത്. നാച്ചുറലി
ഈ ശരീരം വിട്ട വ്യക്തി ഈ ദേവതയും ലോക്കായി. അതുകൊണ്ടാണ് കൃത്യമായിട്ടൊരു ഉപദേശമായിട്ടെങ്കിലും കൊടുത്തിട്ടോ സമർപ്പിച്ചിട്ടോ ഇതിനെ കൊടുത്തേക്കണം ആരോഗ്യമുള്ള കാലത്ത്. പരദേവത പോലെ സ്വന്തം മക്കൾക്ക് സ്വത്ത് കൊടുക്കണമായി കൊടുക്കാൻ പറ്റില്ല. പരദേവത കൊടുക്കാം, പരദേവത കൊടുക്കണം. മക്കൾക്ക് വിശ്വാസം ഉണ്ടല്ലോ എന്നുള്ള വിഷയമൊന്നുമില്ല. പരദേവത ഒരു പ്രോമിസിന്റെ ഭാഗമാണ്. പരദേവത നമ്മുടെ ജീൻസിലും ബോഡിയിലും ഇരിക്കും. ഉപാസന അങ്ങനെയല്ല, പുസ്തകം അങ്ങനെയല്ല, ആധ്യാത്മിക അറിവ് അങ്ങനെയല്ല. എൻ്റെ മക്കളാണ്, അതുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം, മറ്റു പറഞ്ഞു കൊടുക്കണം. നമ്മൾ പൂജിക്കുന്ന വിഗ്രഹങ്ങൾ അതൊന്നും പരദേവതയുടെ അല്ലാത്തത് ഒന്നും എൻ്റെ മക്കളാണെന്നുള്ളതുകൊണ്ട് അവർക്ക് അർഹതയില്ല. അർഹതയുള്ളവൻ വരും, അവൻ കൊടുക്കണം, അല്ലെങ്കിൽ അവനെ കണ്ടെത്തണം. അതും അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് ഒഴുക്കണം. ഒഴുക്ക് വെള്ളത്തിലോ ജലത്തിലോ എവിടെയെങ്കിലും അതിൻ്റെ വിധിയുണ്ട്. അത് ഉപദേശിക്കണവൻ്റെ തന്നെ മേടിച്ചിരിക്കണം. അത് ഞാൻ ഇവിടെ പറയണത് എടുത്തിട്ട് ഓരോന്നിനും ഓരോ രീതിയുണ്ട്. അതുകൊണ്ട് ഇത് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളാണ്. പരദേവതയെ പക്ഷെ ആരാധിക്കാതിരിക്കാൻ എന്ത് മക്കൾ അമേരിക്കയിലാണെന്ന് പറഞ്ഞാൽ ഞാൻ നിവൃത്തിയില്ല. മക്കള് ഈ തലമുറ അമേരിക്കയിൽ പോകുന്നു പഴയ തലമുറയ്ക്ക് അറിയില്ല. അവര് സത്യം ചെയ്തതാണ്, ദേവതയും സത്യം ചെയ്തതാണ്. നിന്റെ തലമുറയുടെ മുഴുവൻ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, സംരക്ഷിച്ചോളാം. അതുകൊണ്ട് അവരെവിടെ ആവാഹിച്ചിട്ടില്ല. പരദേവതയും സർപ്പത്തിനെയും ആവാഹിക്കാൻ പറ്റില്ല. പരദേവത ഇരിക്കണം നമ്മുടെ ശരീരത്തിലാണ്, അല്ലാണ്ട് ഏതെങ്കിലും വീടിന്റെ മച്ചിലല്ല. നമ്മളിൽ ജനിതകമായിട്ടാണ് ഇരിക്കുന്നത്. സർപ്പത്തിനെ ആവാഹിക്കാൻ പറ്റില്ല. ഇപ്പൊ സർപ്പത്തിനെ എടുക്കുന്നില്ല പറയുന്നത് ചില സ്ഥലങ്ങളിൽ. പണ്ടവരെ എടുത്തിരുന്നല്ലോ, അന്ന് ദക്ഷിണ മേടിച്ചിട്ട് എടുത്തിരുന്നു. അവർക്ക് അന്നും അറിയാം ആവാഹിക്കാൻ പറ്റില്ല, അന്ന് ഇന്നും അറിയാം ആവാഹിക്കാൻ പറ്റില്ല. പൊതുജനം വിട്ടി, അത്രേ ഉള്ളൂ. ഇത് ആവാഹിക്കാൻ പറ്റില്ല. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ വി ആർ ഇൻ എ വെരി വെരി ഫ്രജൈൽ കണ്ടീഷൻ. ആ ഒരൊറ്റ കാര്യത്തിൽ ഫെർട്ടിലിറ്റി ആക്സിഡൻസ്, ഇന്നത്തെ IVF ക്ലിനിക്കുകൾ മുഴുവൻ കൂടാൻ കാരണം സർപ്പക്കാവ് നശിച്ചാൽ പറയാം ഒരു സ്ഥലത്ത്. തമാശയായിട്ട് പറഞ്ഞാണ്, എന്നാലും ഒരു സത്യമുണ്ട്. അപ്പോ 7 തലമുറ എന്ന് മാത്രമല്ല, ഭഗവാൻ തന്നെ പറയുന്നില്ല പ്രഹ്ലാദന്റെ അടുത്ത്, നീ കാരണം നിന്റെ 21 തലമുറ ശുദ്ധായിരുന്നോ. നിന്നെപ്പോൾ ഒരുത്തൻ ജനിച്ചതുകൊണ്ട് നിന്റെ 21 മുൻതലമുറകൾ മുഴുവൻ ഞാൻ വൈകുണ്ഠം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അങ്ങോട്ട് എഴുതിയങ്ങോട്ട് കൊടുത്തിട്ടാണ് പോണത്. നിനക്ക് ശേഷം വരുന്ന തലമുറകൾക്കും അതേപോലെ മോക്ഷം. അതുകൊണ്ടാണ് മഹാബലിയെ പോലെ ഭക്തിയുടെ ഏറ്റവും ഉത്തുംഗസിംഹത്തിൽ നിൽക്കുന്ന ഭക്തനാരാ? മഹാബലിയാണ്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം കഴിഞ്ഞിട്ട് വരണം അവസാനത്തുണ്ട് ആത്മനിവേദനം. അവനവനെ ഹോമിക്കുക, നേരിക്കുക. അത് ചെയ്ത ഒരാളേ ഉള്ളൂ, മഹാബലി മാത്രമാണ്. അതിന്റെ മുകളിൽ ഒരു ഭക്തനില്ല. അപ്പോ അങ്ങനത്തെ ഭക്തന്മാര് വരെ ഉണ്ടാവാൻ കാരണം പ്രഹ്ലാദനെ പോലുള്ള ഒരുത്തൻ ജനിച്ചതാണ് ആ വംശത്തിൽ. ആ മഹാത്മാവിന്റെ ജനനം കൊണ്ട് ഹിരണ്യകശിപു കൊണ്ട് എൻ്റെ അച്ഛന് മോക്ഷം കൊടുക്കണേ, അച്ഛനോട് ക്ഷമിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞപ്പോൾ, എന്തിന് നിന്റെ അച്ഛൻ 21 തലമുറയ്ക്ക് ഞാനത് വൈകുണ്ഠം കൊടുത്തിരിക്കണമെന്നാണ് പറഞ്ഞത് നരസിംഹ. ഇനി നിനക്ക് വരുന്ന തലമുറകൾക്കും അത് അങ്ങനെ ഒരാൾ ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ അത്ര ആത്മീയ ചൈതന്യമാണ് ആ വംശപരമ്പരയിൽ വരുന്നത്. അതിനെ പിന്നെ നശിപ്പിക്കണമില്ല, സ്വന്തം ജീവിതവും കർമ്മവും കൊണ്ട് നശിപ്പിച്ചു പോകണം. അപ്പൊ നമ്മുടെയൊക്കെ പൂർവ്വത്തില് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയും നമ്മുടെ പൂർവ്വകാരണവന്മാരിൽ പലരും ഗംഭീര ഉപാസകന്മാരായിരുന്നു. നമ്മൾ അന്വേഷിച്ചറിയാം. ഒരു 2-3 തലമുറ മുന്നൊക്കെ അത്ര നിഷ്ഠയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ഗൃഹസ്ഥരന്നെയായിരുന്നു, എന്നിട്ടും അത്ര ഗംഭീരമായിട്ട് ഉപാസനകളുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഈ തൊട്ട് മുമ്പുള്ള തലമുറ എന്താ വെച്ചാൽ അവർ ഇല്ലത്തുനിന്ന് പുറപ്പെടും ചെയ്തു, അമ്മാത്ത് എത്തിയിരുന്നില്ല. കൂട്ടുകുടുംബങ്ങൾ തകർന്നു, പുരോഗമനം വന്നു, എസ്പെഷ്യലി ആഫ്റ്റർ ഫസ്റ്റ് വേൾഡ് വാർ. കാരണം കേരളം പട്ടിണി രാജ്യമായിരുന്നു 1-ാം ലോകയുദ്ധം കഴിയുമ്പോഴത്തേക്കും. അപ്പൊ ജനങ്ങൾ, ചെറുപ്പക്കാർ ജോലി തേടി പുറത്തേക്ക് പോകാൻ തുടങ്ങി. മനുഷ്യൻ കടമകളെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം റൈറ്റ്സിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അത് ലോകമെമ്പാടും ഉണ്ട്. നമ്മൾ വിചാരിച്ചു അത് നമ്മുടെ കടൽ കടന്ന് നമ്മുടെ അവിടേക്ക് വരില്ല എന്ന്. ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കേരളം അതിൻ്റെ ഒരു പ്രധാന എക്സാമ്പിളായിട്ട് മാറുന്നു. കുട്ടികൾ ഡ്രഗും അതും ഇതും ഉപയോഗിച്ചിട്ട് ആൾക്കാരെ വെട്ടിക്കൊല്ലും, സ്വന്തം അമ്മയെ കൊല്ലണം, അനിയനെ കൊല്ലണം, എന്തൊക്കെയോ കാണിക്കും. ഒരു പിടുത്തം കിട്ടണില്ല എവിടേക്കാണ് ഇത് പോകുന്നത്. അപ്പൊ ഈ പോകുന്നതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ്? ഇതിന് തൊട്ട് മുമ്പുള്ള തലമുറയുടെയും തൊട്ട് മുമ്പുള്ള തലമുറയിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ പഠിക്കേണ്ടത് പഠിപ്പിച്ചില്ല, അതിനെ എത്തിക്കേണ്ട രീതിയിൽ എത്തിച്ചില്ല. അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട്സ് ഉണ്ട് എന്ന് പോലും അറിയാത്തവണ്ണായി, വേരുകളില്ലാണ്ട്. നമ്മൾ ക്ലർക്കുകളെയും സെക്രട്ടറിമാരെയും ഉണ്ടാക്കാൻ നോക്കിയ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ചുവട് പിടിച്ചിട്ട് ക്ലർക്കുമാരും ഇന്നും ഒരു സായിപ്പ് മദാമി റോഡിൽ കൂടെ പോണ പറഞ്ഞു പോയിക്കൊണ്ട് അത്രയും സർവൈലിറ്റിയാണ് മനസ്സിൽ. അതാണ് നമ്മുടെ കോർ അവസ്ഥ. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരിൽ മിട്ടുമിടുക്കന്മാർ പലരും
ചിന്തിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വിക്രം സമ്പത്തിനൊക്കെ നിങ്ങൾ കേൾക്കണം, വിക്രം സമ്പത്തിന്റെ ഒക്കെ പ്രഭാഷണങ്ങൾ കേൾക്കണം. വലിയ പരിവർത്തനം അദ്ദേഹം ചെയ്യുന്നത്. അല്ലെങ്കിൽ സഞ്ജീവ് സന്യാൽ, അവരുടെയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ സായി ദീപക്, അവരുടെയൊക്കെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിന്റെ ആവശ്യം. അവരൊക്കെ ചെറുപ്പക്കാരാണ്, യങ് ബ്ലഡാണ്. അതും അല്ലെങ്കിൽ നമ്മുടെ വിനയ് വാരണസിയൊക്കെ പോലെ ഇപ്പൊ ഇംഗ്ലീഷിൽ പ്രഭാഷണം, ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്ന യങ് ബ്ലഡുകൾ, യങ്സ്റ്റേഴ്സ്. ഈ നമ്മുടെ സ്കന്ദശ്രീ ശിവപ്രസാദിന്റെ ഒപ്പം ധാരാളം പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ളവർ, അവരിലൊക്കെയാണ് പ്രത്യാശ. എന്താ കാരണം എന്ന് വെച്ചാൽ അവർ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് കുട്ടികളെ. അവരാണ് ഇൻസ്പയർ ചെയ്യുന്നത്, അല്ലാണ്ട് ഈ റീൽ കോപ്പി അടിക്കുന്ന പരിപാടിയല്ല. ഇതാണ് ശരിയായിട്ടുള്ള ഇൻസ്പിറേഷൻ. ദേ ഡു ദെയർ റിസർച്ച്, ദേ ഹാവ് ദെയർ എക്സ്പീരിയൻസ് ആൻഡ് ദേ ഗിവ് ഇറ്റ് ഔട്ട്. അത് യങ് ബ്ലഡിന്റെ സ്ഫുരണമാണ്. കാരണം അവർക്ക് മനസ്സിലായി അവരുടെ തൊട്ട് മുമ്പുള്ള തലമുറ നെഗ്ലക്ട് ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് നമ്മുടെ തലമുറ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആ ജനറേഷനിൽ വരുന്നവർ മുഴുവൻ മോശമാണെന്നൊന്നും നമുക്ക് അടിച്ചു പറയാൻ പറ്റില്ല. ഏത് കാലത്തും മിടുക്കന്മാരുണ്ടാവും, ഏത് കാലത്തും ഇതിന്റെ സ്ഫുരണങ്ങളുണ്ടാവും. തലമുറകൾ ശുദ്ധമാവുന്നത് ഇങ്ങനെ 1-2 പേര് ജനിക്കുമ്പോഴാണ്. താത്വികമായിട്ട് നമുക്ക് പറയാം 7 തലമുറയുടെ ഗുണം കിട്ടും. എന്ത് ഗുണം നമ്മൾ ഈ പറഞ്ഞ കുട്ടികൾ, നല്ല കുട്ടികൾ ഉണ്ടാവും, കല്യാണം നടക്കും, ജോലി കിട്ടും, അതാണോ ഈ ഗുണം? അതല്ല. ഉപാസകരുണ്ടാവണം, നല്ല നല്ല ആചാര്യന്മാരുണ്ടാവണം. ഞാൻ എപ്പോഴും പണ്ട് ആദ്യകാല പ്രഭാഷണങ്ങളിൽ ഞാൻ സ്ഥിരം പറയാറുണ്ട്, നല്ല മക്കൾ ഉണ്ടാവാനും നല്ല ആചാര്യന്മാരുണ്ടാവാനും നമ്മൾ പ്രാർത്ഥിക്കണം, എന്നാലേ നമ്മുടെ ധർമ്മം നിൽക്കുള്ളൂ. അതിന് ആദ്യം നല്ല മക്കൾ ഉണ്ടാവണം. കാരണം ആ നല്ല മക്കൾ ഉണ്ടായാലും നല്ല ആചാര്യന്മാരുണ്ടാവും. അവരാണല്ലോ നാളത്തെ ആചാര്യന്മാരാവണം. അങ്ങനെ വേണം ആ പരമ്പര പോലെ. അങ്ങനെ ഒരു 7 തലമുറയിലല്ലേ ചേച്ചി, എത്ര തലമുറകളിൽ വേണമെങ്കിൽ ഈ ധർമ്മം നിൽക്കും. അതിനൊരു അവസാനം ഉണ്ടാവില്ല. അതിങ്ങനെ പുഷ്ടി പ്രാപിച്ചെന്നെ വരും അത്. അല്ലാണ്ട് ഈ പുഴുക്കളെ മാതിരി ഇതൊന്ന് കണ്ണി കണ്ട കുളിക്കൂല തയ്ക്കൂല ഇങ്ങനെ ജീവിച്ച് നശിച്ചു പോയിട്ട് എന്താ കാര്യം? 40 വയസ്സാകുമ്പോഴേക്കും ചത്തൊടുങ്ങാൻ പോണ ഒരു ജനറേഷൻ. ഇപ്പോൾ 40 വയസ്സ് കടക്കില്ല വരും. 99% പേര് ആ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പേടിയാവും ആലോചിച്ചാൽ. എനിക്കും അതേ ഏജിലുള്ള കുട്ടികളിലുണ്ട്. ഞാനിത് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. സങ്കടം തോന്നുന്നു. നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് കൺഫ്യൂഷൻ എങ്കിലും ഉണ്ടായിരുന്നു. ഇവർക്ക് കൺഫ്യൂഷൻ ഇല്ല. ദേ ആർ ഷുവർ അബൌട്ട് എവരിതിങ്. ദേ ആർ ഷുവർ അബൌട്ട് ഓൾ സോർട്സ് ഓഫ് അൺസർട്ടനിറ്റീസ്. നമ്മൾക്ക് ഷുവറിറ്റി ഉണ്ടായിരുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ടത്. അറ്റ്ലീസ്റ്റ് അതെന്താ വെച്ചാൽ പ്രത്യാശയില്ല എന്ന് ഞാൻ പറയാം. നാളങ്ങളുണ്ട്, ശക്തിയുള്ള തെളിച്ചുള്ള നാളങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയ ഒരു എന്താ പറയുക മൂവ്മെന്റ് ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ തൊട്ടു മുമ്പുള്ള സോഷ്യൽ റിഫോം മൂവ്മെന്റുകളുടെ ഭാഗമായിട്ട് പാരമ്പര്യ ദേവതകളെ മുഴുവൻ നിരാകരിച്ചിട്ടുള്ള ഒരു തലമുറ ഉണ്ടായി. എന്തിനാണ് കോഴി വെട്ടിക്കുരുതി, എന്തിനാണ് ആട് വെട്ടിക്കുരുതി, എന്തിനാ മദ്യം കൊടുക്കണം, ആ മൂർത്തി എന്തിനാ, ഈ മൂർത്തി എന്തിനാന്ന് ചോദിച്ചിട്ട് അവര് സാത്വികമായിട്ടുള്ള ആരാധനകളുടെ ആവശ്യത്തിനായിട്ടോ അല്ലെങ്കിൽ പുരോഗമനത്തിന്റെ പേരിലോ വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഇതിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രോമിസറി നോട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ കാരണവര് ഇത് തന്നോളാന്ന്. ഇതിന്റെ പണി മുഴുവൻ ജനറേഷൻസ് അനുഭവിക്കുകയാണ്. അപ്പൊ ഇപ്പോ ആ അങ്ങനെ വലിയ നവോത്ഥാനങ്ങൾ നടന്ന സമുദായങ്ങളിലെ ചെറുപ്പക്കാർ തന്നെ ഈ പണ്ടത്തെ മുത്തശ്ശന്മാരെ ആരാധിച്ചിരുന്ന ഈ ദേവതകളെ അന്വേഷിച്ച് നടക്കണം. ഇപ്പോ അവരതിന്റെ മന്ത്രം പഠിക്കാൻ നോക്കണം. ഇപ്പൊ എന്റെ അടുത്ത് തന്നെ പലരും വന്നിട്ട് വളരെ ഗ്രാമീണമായിട്ടുള്ള ദേവതകളുടെ മന്ത്രം കിട്ടുമോ ചോദിക്കാറുണ്ട്. കാരണം അവർക്ക് ആരാധിച്ചേ പറ്റൂ. കാരണം അവർ പറഞ്ഞത് പ്രശ്നത്തിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഒരു വിളക്ക് വെക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ ബെറ്റർ ആവണം. അപ്പൊ ഒത്തിരി വൃത്തിയായിട്ട് ചെയ്ത് ഇനി നന്നാവില്ല എന്ന് അവർ ചോദിക്കണം. കാരണം വർഷങ്ങളായിട്ട് പട്ടിണി കിട്ടിയിരിക്കുകയാണ് ഈ ചൈതന്യങ്ങളെ. നമ്മൾ ഒരു ചൈതന്യത്തിനെ ക്ഷണിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് എന്റെ കുടുംബമൊക്കെ നന്നായി നോക്കിക്കോളാം, നിന്നെയും ഞങ്ങൾ നന്നായി നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കൾക്ക് ജോലിയായി പുറത്തു പോയി നോക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ അതിനെ പട്ടിണിക്കിടുന്നു. പട്ടിണിക്കിടുന്ന സമയത്ത് എന്താ, അത് ചിലപ്പോൾ ശപിക്കണമെന്നില്ല. ഈ പരദേവതയും പെറ്റമ്മയും ശപിക്കില്ല അത്ര. വയറ് കാണും. എൻ്റെ അമ്മമ്മ പറയും തേക്കം വരുന്നു പാലക്കാട് ഭാഷയിൽ. ആ വയറ് ചുട്ടാ മതി അത്ര, അതങ്ങനെ അടിക്കുന്നു. പിതൃക്കൾ ശപിക്കില്ല, പരദേവത ശപിക്കില്ല, പെറ്റമ്മ ശപിക്കില്ല. അവരുടെ മനസ്സ് ചുട്ടാ മതി, ആ മനസ്സടിക്കും. പിതൃ ശാപം എന്ന് പറഞ്ഞിട്ട് സാധനം ഇല്ലേ ചെയ്യും. പിതൃക്കൾക്ക് സങ്കടം. എല്ലാ അനുഭവങ്ങളും ഞാൻ പച്ചയ്ക്ക് വിളിച്ചു പറയാറില്ല. എന്നാലും ഞാൻ ചെറിയൊരു അനുഭവം പറയാം. അതിന്റെ ഭീകരത മനസ്സിലാക്കാം. ഞാൻ പണ്ട് പിതൃകർമ്മം എന്ന് പറഞ്ഞിട്ട് 2 ഭാഗമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബ് കിടപ്പുണ്ട്. അത് ഞാൻ കുറേ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയാറില്ല. ഇപ്പം ഈയിടെയായിട്ട് ഈ പ്രേമൊക്കെ കാരണം ഞാൻ കുറച്ച് അനുഭവമൊക്കെ തുറന്ന് വിളിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചലനം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട്. പണ്ട് എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പിണ്ഡം വെക്കാനും ബലി ചെയ്യാനും ഇല്ലാത്ത ആൾക്കാർ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ശ്രാദ്ധ വിട്ടു. എൻ്റെ അച്ഛനമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്, അത് പറഞ്ഞേ. ഞാൻ അങ്ങനെ അനവധി പേർക്ക് എൻ്റെ ഒരു 9ാം ക്ലാസ് തൊട്ടിട്ട് ഞാൻ പിണ്ടബലി ഇട്ടു. എനിക്ക് ചെയ്യാൻ അറിയാം, ഞാൻ തന്നെ പഠിച്ചാണ്.
ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയും. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ചേട്ടനുണ്ട്. പരസ്യ മേഖലയിൽ ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് കോപ്പി എഴുതുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടനാണ്. അതായത് ഇംപെക്കബിൾ ഹ്യൂമറാണ്. എന്നും ചിരിച്ചിട്ടേ ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടുള്ളൂ. ആ മനുഷ്യൻ ജീവിതത്തിൽ പക്ഷെ ഒരു തോറ്റ ആളായി പോയി. ഞാൻ പഠിക്കാനൊക്കെ പോയ സമയത്ത് എപ്പോഴാണ് അദ്ദേഹത്തിന് കിഡ്നി ഫെയിലിയറായി. സർജറിക്ക് പോലും പൈസയിലായിരുന്നു. അദ്ദേഹം ആർക്കൊക്കെ വേണ്ടി പണിയെടുത്തോ അവരൊന്നും 1 രൂപ പോലും അദ്ദേഹത്തിന് കൊടുത്തില്ല. ആൻഡ് ഹി ഡൈഡ് ഇൻ ആബ്ജക്ട് മിസറി. മരിച്ചുപോയി. അത് കഴിഞ്ഞൊരു 3-4 വർഷം കഴിയുമ്പോൾ ഒരു റീസണും ഇല്ലാണ്ട് ഞാൻ ആ ചേട്ടനെ സ്വപ്നം കാണും. അപ്പോഴാണ് ഞാൻ ആ ചേട്ടനെ ചിന്തിക്കുന്നത്, ഈ ചേട്ടൻ ഇപ്പം എവിടെയാണ്? ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം മരിച്ചിട്ട് ഏകദേശം 4 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. എനിക്കത് വലിയ വിഷമമുണ്ട്. പക്ഷെ ഞാൻ റിപ്പീറ്റഡ്ലി ഐ സ്റ്റാർട്ടഡ് ചെയ്യുന്നു. റിപ്പീറ്റഡ്ലി എനിക്ക് തോന്നി ഈ മനുഷ്യൻ ദാഹിച്ച് വലഞ്ഞ് ആഭാഷനായിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഞാൻ കാണുന്നത്. എനിക്ക് എൻ്റെ ചിന്തകളും എൻ്റെ രീതികളും ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ നോക്കിയപ്പോൾ ആ മനുഷ്യനുമാണ് ഒരു ക്രിയോ കർമ്മം ഒന്നും നടന്നിട്ടില്ല. അച്ഛനും അമ്മയ്ക്കും ഭ്രാന്തായി പോയി മകൻ ഇങ്ങനെ ആയപ്പോൾ. അമ്മ വളരെ നേരത്തെ, അതിനുശേഷം അധികകാലം അമ്മ ജീവിച്ചിരുന്നില്ല. അച്ഛൻ മൈൻഡ് കംപ്ലീറ്റ് ഡീറേഞ്ചറായി പോയി. ഇദ്ദേഹത്തിന് വേറെ കൂടപ്പുറപ്പുകൾ ഉണ്ടായിരുന്നില്ല, ആരും ചെയ്യാനില്ല. ഞാൻ അദ്ദേഹത്തിന് ചോറ് വെച്ച ദിവസം എനിക്കുണ്ടായ ഏറ്റവും വലിയ ഒരു തേക്കം കിട്ടും, സൗണ്ട് കിട്ടും. അതെന്റെ അന്നാണ് എനിക്ക് മനസ്സിലായത്, ഇത് ഞാൻ ചെയ്യണം, ഇനിയും ഞാൻ ചെയ്യണം. അങ്ങനെ ഞാൻ അനവധി പേർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അനിയനും വാസനയുള്ള ആളാണ്. അവൻ എൻ്റെ അടുത്ത് ചോദിക്കും, ചേട്ടൻ ഇത് ചെയ്യണത് കുറച്ച് സൂക്ഷിച്ചിട്ട് വേണം, നമ്മുടെ അച്ഛനമ്മയും ജീവിച്ചിരിക്കുന്നുണ്ട്, അതിൻ്റെ വിഷയമല്ല, ഇത് വേറൊരു തരത്തിൽ ഇത് ബാധിക്കുന്നു പറയും. അവൻ ഒരു കാഴ്ചപ്പാട് തന്നപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ മക്കൾ ജീവിച്ചിരിക്കുന്ന, എന്നാൽ അച്ഛനമ്മമാർക്ക് ഒരു ശ്രാദ്ധകർമ്മവും ചെയ്യാത്ത മക്കൾ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാർ മരിച്ചുപോയി. അവർക്ക് വേണ്ടി മക്കളൊന്നും ചെയ്യുന്നില്ല, അവർ ഇൻ ഡയർ മിസറിയാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ ഒരു ഉരുള ചോറ് വെച്ചു കൊടുക്കുമ്പോൾ ലിറ്ററലി നമ്മൾ മനുഷ്യന്റെ ഒരു അവസ്ഥയിൽ പറയണേ. നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അവിടെ ഞാൻ കാണുന്നത് എന്താണെന്ന് നമുക്ക് പറയാൻ ഇതില്ല, അനുവാദമില്ല. അവർ കഴിക്കണ ചോറിലേക്ക് അവരുടെ കണ്ണീരിങ്ങനെ ഒലിച്ച് ഇറ്റിറ്റ് വീണ ആ ഉപ്പും കൂട്ടിയിട്ട്, കണ്ണീരിന്റെ ഉപ്പും കൂട്ടിയിട്ട് അവർ ആ ചോറ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇവൻ എനിക്ക് ചെയ്തു, എൻ്റെ മകൻ എനിക്ക് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ആ ചോറെടുത്ത് കഴിക്കും. അങ്ങനെ കഴിക്കും. അവരുടെ മകൻ ഉണ്ടാവുന്ന ദുരിതം എന്താ അറിയോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത് അനിയൻ. ചേട്ടാ, നമ്മൾ ആക്ച്വലി ആ ജീവിച്ചിരിക്കണവന്റെ ജീവിതം അവൻ ഓൾറെഡി ശമിക്കപ്പെട്ടു. അവന് 10 ഇരട്ടി ശാവാണ് ഉണ്ടാക്കി കൊടുക്കണമെന്ന്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ അന്യനായിട്ടുള്ള ആരുമല്ലാത്ത നമ്മൾ ഒരു പിടി ചോറ് കൊടുക്കുമ്പോൾ അവരത് എടുത്ത് കഴിക്കുമ്പോൾ അവരുടെ മനസ്സ് തേങ്ങണത് ഇവൻ നമ്മളെ ആശീർവദിക്കേണ്ടവര്. പക്ഷെ അവര് ചിന്തിക്കണം, എൻ്റെ പെറ്റ മകൻ എനിക്ക് ചെയ്തില്ലല്ലോ. ഇത് ഇരിക്കുമ്പോൾ ഇതിന്റെ വില അറിയില്ല. അത് ഞാൻ എല്ലാ പ്രഭാഷണത്തിലും പറയുന്നത്, ഒരു വിസയും പാസ്പോർട്ടും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എറണാകുളത്തപ്പൻ്റെ അവിടെയും എവിടെ വേണമെങ്കിലും സുഖമായി കയറി ചെല്ലാം. ഇത് പോയിട്ട് അവിടെ ചെന്നൊക്കെ ചാവുട്ടി എറിയും. അവിടെ വേറെ ആൾക്കാരുണ്ടാവും. അവിടെ കടത്തേണ്ടവൻ മാത്രമാണ് അകത്തേക്ക് ചെല്ലുക. അവിടെ എൻ്റെ അടുത്ത് മുമ്പൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഈ സൂയിസൈഡ് ചെയ്തിട്ടുള്ള ഒരാളുടെ അവസ്ഥ എന്താ. ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, തൊലി മുഴുവൻ ഉരിക്കുക, നല്ല മുളക് ചമ്മന്തി തേക്കുക, എന്നിട്ട് മലമ്പുഴ ഡാമിന്റെ മുന്നിൽ കൊണ്ട് നിർത്തുക. വെള്ളമുണ്ട് കുളിക്കുകയാണെങ്കിൽ, പക്ഷെ സ്വീകരിക്കാൻ ശരീരം വേണം, ശരീരം ഇല്ല. ദാഹിക്കുന്നുണ്ട്, കുടിക്കണമെങ്കിൽ ഒരു വായ വേണ്ടേ, ആ തണുപ്പ് അനുഭവിക്കണ്ടേ. എങ്ങനെ അനുഭവിക്കും? ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതാണ് അവസ്ഥ. അതുകൊണ്ടാണ് ബാധിക്കുന്നത് മറ്റ് ശരീരങ്ങൾ. ജലത്തിന് വേണ്ടിയിട്ട്, ലിക്വിഡ്സിന് വേണ്ടിയിട്ടുള്ള. കാരണം പിതൃക്കളുടെ അവസ്ഥയിൽ, പ്രേതാവസ്ഥയിൽ നറിഷ്മെന്റ് വാട്ടറാണ്. നമുക്ക് 5 എലമെന്റും ചേർന്ന അന്നാണ് ശരീരമുള്ള. ശരീരം വിട്ടാൽ വാട്ടറാണ്. അതുകൊണ്ടാണ് തമിഴ് ആവി എന്ന് പറയുക. പ്രേതാവസ്ഥയ്ക്ക് എന്താ പറയുക? ആവിടാ പറയും. അത് ആവിയാണെന്ന് പറയും. ആവിച്ച പ്രേതം. പ്രേതം വെച്ചാൽ ദൂരേക്ക് പോയത് എന്നാ വാക്കിന്റെ അർത്ഥം. ഏതൊരു ശരീരത്തിൽ ഇരുന്നപ്പോൾ ആ ശരീരത്തിന്റെ ഐഡന്റിറ്റി ആയിട്ടൊരു മനസ്സുണ്ടാവും, ഞാൻ എന്ന് പറഞ്ഞു. ആ ഐഡന്റിറ്റിയോട് കൂടിയിട്ട് ശരീരം മാത്രം നശിച്ചാൽ മനസ്സും ആത്മാവും മാത്രം കപ്പിൾഡായിട്ട് അവശേഷിച്ചാൽ അത് പ്രേതാവസ്ഥ. അതിനെ ലഘൂകരിച്ച് ആ മനസ്സിനെ മെല്ലെ മെല്ലെ സോപ്പിട്ട് കഴുകി കൊടുക്കാനാണ് ശ്രാദ്ധാദി ക്രിയകളൊക്കെ ചെയ്ത് നമ്മളവരെ കടത്തിവിടാൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് ദുരന്താവസ്ഥയിൽ. അതുകൊണ്ടാണ് ദഹിപ്പിക്കുന്നതും കൂടി. 5 എന്ന് പറഞ്ഞാൽ അവസാനത്തെ പ്രാണൻ മരിച്ചാലും ശരീരത്തിൽ വിടില്ല, അവിടെ ഉണ്ടാവും. ആ പ്രാണൻ പോകണമെങ്കിൽ 10 പ്രാണങ്ങളിൽ ബാക്കി എല്ലാം പോകും. ആദ്യം പ്രാണനാ പോകും. പ്രാണൻ എന്ന് പറഞ്ഞ പ്രാണൻ, പിന്നെ ബാക്കി ഓരോന്നായിട്ട് പോകും. അതിങ്ങനെ ആ പ്രാണൻ ബഹിർഗമിച്ച ഭാഗം ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റും.
ശരീരത്തിൽ 9 ദ്വാരങ്ങൾ ഏതെങ്കിലും ഒന്നിൽ കൂടിയേക്കും പോയിട്ടുണ്ടാവുക. കണ്ണു തുറിച്ചാൽ കിടക്കണമെങ്കിൽ കണ്ണു കൂടെ പോയിട്ടുണ്ടാവുക. മഹായോഗികൾക്ക് ഇവിടെ ബ്ലഡ് ചെറുതായിട്ട് വന്നിട്ടുണ്ടാവും, കാരണം ബ്രഹ്മരന്ധ്രം ഭരിച്ചിട്ടുണ്ടാവും. അവർക്ക് ഇതാണ് ഏറ്റവും ഉത്തമ മാർഗം. അത് അവർ കോൺഷ്യസ്ലി ചെയ്യണം. വിവേകാനന്ദ സ്വാമിക്കൊക്കെ എങ്ങനെയായിട്ട് ഇവിടെ ഒരു ബ്ലീഡ് ഉണ്ട് ഈ ഭാഗത്ത്. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പോൾ സോഫ്റ്റ് ആയിട്ടൊരു ഭാഗം ഉണ്ടാവില്ല അത് അങ്ങനെ. അപ്പോൾ ഈ ക്രമത്തിലുള്ള പ്രാണന്റെ പോക്ക് കഴിഞ്ഞാൽ ഈ ധനഞ്ജയൻ പോകും. ധനഞ്ജയൻ ശരീരത്തിലിരിക്കും. അവനെ കളയാൻ വേറെ മാർഗമില്ല. ശരീരം നശിപ്പിക്കണം, കുഴിച്ചിട്ടാ പറയാം, കത്തിക്കണം, ഇല്ലെങ്കിൽ പ്രേതാവസ്ഥ വരും. ധനഞ്ജയൻ നിലനിൽക്കെ പ്രേതാവസ്ഥ വരാനുള്ള സാധ്യതകൾ വളരെയധികം. അതുകൊണ്ടാണ് പ്രാചീന കാലത്ത് ക്രിമേഷൻ ബറിയൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തത്. ബറിയൽ പക്ഷെ ഈ ധനഞ്ജയൻ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ആർക്ക്? യോഗികൾക്ക്. അതുകൊണ്ട് ജീവസമാധി തന്നെ 2 തരം സമാധി ഉണ്ട്. ഒന്ന് സാധാരണ സമാധി, മരിച്ചിട്ട് അടക്കം ചെയ്യുന്ന സമാധി. ജീവസമാധിയിൽ ഇരുന്നതിന് ശേഷം അടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രാണം രോധിച്ചിട്ട് പ്രാണം പോയി. സജീവ സമാധി എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. ജീവനോടെ ആളുണ്ടാവും, ആയിരക്കണക്കിന് വർഷങ്ങൾ അതിൻ്റെ താഴെ. ശബരിമല സജീവ സമാധിയാണ്. മണികണ്ഠം അവിടെ ഈ സകല പ്രാണങ്ങളോടും കൂടിയിട്ട് ആളിരിക്കേണ്ടത്. അങ്ങനെ കുറെ നമ്മൾ പിതൃക്കളെ കൊണ്ട് ചുമ്മാ ഒരു കാറ്റഗറിയിലോ അല്ലെങ്കിൽ ഇന്ന തലമുറകളിലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല. ഓരോന്നും അതാതിന്റെ കർമ്മം അനുസരിച്ച് അവരവരുടെ ഉപാസന അനുസരിച്ചിട്ടാണ് അവരവരുടെ തരം വരുന്നത്. പക്ഷെ ഒരു മഹാത്മാവ് ജനിച്ചു എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ വലിയ ബെനിഫിറ്റുകൾ ഉണ്ടാവാം. ചിലപ്പോൾ മുഴുവൻ അപരസഞ്ചാരം ഉണ്ടായിരുന്ന ഒരു കുലം മുഴുവൻ സുഭദ്രത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഇപ്പൊ പ്രഹ്ലാദന്റെ ഒക്കെ ജന്മം കൊണ്ടുണ്ടായതുപോലെ സാധിക്കും. തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പൊ കുറെ ക്ലാസ്സുകളും ദീക്ഷകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ബലമില്ലാതിരിക്കാൻ, നമ്മുടെ ദേഹത്തോടെ കൂടെ തന്നെ ആ ശക്തിയെ നമ്മൾ സമർപ്പിക്കണമല്ലോ. അപ്പൊ അതിന് എങ്ങനെയാ, എന്താ ചെയ്യേണ്ടത്? ക്ലിയർ ആയില്ലേ? സമർപ്പിക്കണതിന്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മളിപ്പോ ഉപാസനമൂർത്തിയെ നമ്മൾ ദീക്ഷ അല്ല, ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ ഉപാസിക്കാൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇവിടെ രാവിലെ 4 മണിക്ക് കുടിച്ചിട്ട് ഒരു ഗണപതി തരും, അരമണിക്കൂർ കഴിഞ്ഞാൽ ബാല തരും, അതിന് 1 മണിക്കൂർ കഴിഞ്ഞാൽ പഞ്ചേശി തരും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ കാശ് കൊടുത്താൽ ഉച്ചയാകുമ്പോഴേക്കും ഷോഡശി വരെ പൂർണ്ണദീക്ഷ വരെ പഠിച്ച് തലയിൽ ചവിട്ടി വാങ്ങി പോവാം. അല്ല, ഞാൻ തമാശ പറഞ്ഞല്ല, അങ്ങനെയാണ്. പണ്ട് ഒരു ജന്മം കൊണ്ട് ഒരു ഗണപതിയോ ഒരു ബാലയോ കിട്ടിയാലായി, പിന്നെയും ജനിക്കണം. അല്ലെങ്കിൽ ഒരു ജന്മത്തിൽ തന്നെയാണെങ്കിൽ ഒരു 80-85 വയസ്സാകുമ്പോഴാണ് ഇത് കിട്ടണം. ഇനി അത് കിട്ടിയാലും പൂർണ്ണദീക്ഷ കിട്ടിയാലും വേറൊരാൾക്ക് ഉപദേശിക്കണമെങ്കിൽ ഗുരുനാഥൻ കലശമാടിയിട്ട് അനുമതി തരണം. അത് വേറൊരു ദീക്ഷയാണ്. ആ ദീക്ഷ കിട്ടിയാലേ വേറൊരാൾക്ക് ഉപദേശിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളത്. പ്രാക്ടീസ് പണ്ട് ലൈസൻസ്ഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിഗ്രി കൊടുക്കും പണ്ട് ഡോക്ടർമാർക്ക്. അത് കിട്ടണമെങ്കിൽ അത് അതിന്റെ അപ്പുറത്താണ് കിടക്കണം. ഇന്നിപ്പോ ആ പരമ്പര ഈ പരമ്പര എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമായിരുന്നു. ഞാൻ പബ്ലിക് വേദികളിൽ ആ ഏരിയ അധികം സംസാരിക്കാറില്ല ചേച്ചി. കാരണം എന്താ വെച്ചാൽ ഒരുപാട് സുഹൃത്തുക്കളോ സ്നേഹിതരോ പലരും ആ മേഖലകളിലൊക്കെ ഉണ്ട്. വെറുതെ അവരുടെയൊക്കെ മനസ്സ് വിഷമിക്കേണ്ടത്. പക്ഷെ എന്താ പറയാ, സങ്കടമാണ്. അതിന്റെ ഫലം ഇന്നല്ല അറിയാം, തലമുറകൾ അറിയാം. ഇതൊക്കെ കാണാതെ ഇതിന്റെ ഡിസ്റ്റോർഷന്റെ മുഴുവൻ പ്രശ്നങ്ങൾ വരുന്നത്. ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടൊരു ചോദ്യമാണ്, മനോഹരമായിട്ടൊരു ചോദ്യമാണ്. ഒരാൾ ചോദിച്ചിരിക്കുക, ഞാൻ ഇന്ന് ആ ലേഖനത്തിനെ കുറിച്ച് പറഞ്ഞു. അഭിനവഭാരത ഭൈരവസ്വാമിയുടെ അദ്ദേഹം വളരെ പ്രൗഡായിട്ടൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഈ പഠിക്കാണ്ട് ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും കയറിയിട്ട് ഇത് പറയുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കുലീനമായിട്ടുള്ള പണ്ഡിതോചിതമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറയണമാതിരി വളരെ ഗ്രാമ്യമായിട്ടൊന്നുമല്ല പുള്ളി പറഞ്ഞത്. അതിന്റെ താഴെ ഒരാൾ ചോദിച്ചിരിക്കുക, കാളിയെ പൂജിച്ച ബംഗാൾ മുടിഞ്ഞുപോയി, കേരളം ഇന്ന് ഏകദേശം അവസ്ഥയിലെത്തി, എന്താ കാരണം? അപ്പൊ അദ്ദേഹം അതിന് കൊടുത്തിട്ടുള്ള ഉത്തരമാണ് ഇതിന്റെ ഏറ്റവും പ്രൊഫൗണ്ടായിട്ട്. ആ ആചാരങ്ങളെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയോ അന്ന് ആ സ്ഥലങ്ങൾ നശിക്കാൻ തുടങ്ങി. കാരണം അത്ര വലിയ ശക്തികളാണ് ഇതൊക്കെ. ഇവിടെ എന്താ, ഞാൻ കാളുടെ വാസന, നിന്നെ ഞാൻ ഭസ്മാക്കിക്കളയും, ഇതാണ് ആറ്റിറ്റ്യൂഡ്. അല്ലാണ്ട് ഞാനും നീ ഒന്നാണ്, നീയും കാളിയാണ് ഞാനും കാളിയാണെന്നല്ല ചിന്തിക്കണത്. ഞാൻ കാളുടെ ആളാ, കളിക്കണ്ട, ഇതാണ്. അവനിട്ട് പണി കൊടുത്താലോ, നമ്മുടെ അമ്മയോട് പറഞ്ഞ കാര്യം ശരിയല്ല, ഇതാണ് ആറ്റിറ്റ്യൂഡ്. വാഴയില മുറിച്ചിട്ട് പറഞ്ഞ കാളിയോട് പറയും വാഴ മുറിക്കുന്നു. ഇതാണ് ഇന്നത്തെ തന്ത്രം. പിന്നെ എങ്ങനെ നശിക്കാതിരിക്കും?
ഇതിന്റെ ഫലം ഈ തലമുറയും അടുത്ത തലമുറ അതിൻ്റെ അടുത്ത തലമുറയും അനുഭവിക്കും, ഒരു സംശയമില്ല. അപ്പോ ഏത് ഉപാസനയും നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ സ്വന്തം കുഞ്ഞിനെയാണ് നമ്മൾ ജന്മം കൊടുത്ത കുഞ്ഞു പോലെയാണ് നമ്മുടെ ഉപാസനാമൂർത്തി. അത് നിങ്ങൾ 150 വയസ്സിന്റെ ഭാഗത്തിലുള്ള മഹാദേവനെ നിങ്ങൾ ഉപാസിച്ചാലും ആ മഹാദേവൻ നിങ്ങളുടെ കുഞ്ഞാണ്. അവിടെ എൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞാൽ ആ അച്ഛൻ സങ്കല്പമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്നല്ലേ ഉണ്ടായത്. ആ നല്ല അച്ഛൻ നമ്മൾ വിളിക്കുന്ന ആള് നമ്മുടെ സങ്കല്പമായിട്ട് നമ്മൾ ജന്മം കൊടുത്താണ്. സോ യു ആർ റെസ്പോൺസിബിൾ ഫോർ. അതിനെ വഴിയാധാരാക്കിയിട്ട് നമുക്ക് പോകാൻ പാടില്ല. നമുക്കൊരു പ്രിസ്ക്രൈബ് ടൈമേ ഉള്ളൂ ഭൂമിയിൽ, ചൈതന്യത്തിന് അതല്ല. അങ്ങനത്തെ നേരനുഭവം കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും പറയണം. എനിക്കത് പബ്ലിക്കലി പറയാൻ പറ്റില്ല. കുടുങ്ങിപ്പോയിട്ടുള്ള ഒരു അമ്മയുടെ കാര്യം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവര് ജീവിച്ചിരുന്നപ്പോൾ രാജരാജേശ്വരി ഉപാസിച്ചിട്ട് ശ്രീവിദ്യ കിട്ടിയിട്ട് അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാണ്ട് വേറെ സമർപ്പണം ചെയ്യേണ്ട പോയി, ശരീരം വിട്ടു. അമ്മയും ഇവരും ലോക്കായി പോയി. എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പൂജ ചെയ്താലും ആ കുടുംബത്ത് സമാനമില്ല. അവര് കേരളത്തിൽ ഒരു വലിയ തറവാട്ടിലമ്മയായിരുന്നു. അതിപ്രസിദ്ധമായിട്ടുള്ള ഒരു തറവാട കേരളത്തിൽ, പലർക്കും അറിയും. ഒരു കാലഘട്ടത്തിൽ കുടുങ്ങിപ്പോയി. എന്നിട്ട് അതിന്റെ ലേറ്റർ ഡ്രാമകളൊക്കെ മമ്മിയൂർ ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള ആലിന്റെ അവിടെ നടക്കണേന് എന്റെ ചെറുപ്പത്തിൽ ഞാൻ സാക്ഷിയാണ്. ആ ദേവത അടക്കം അവിടെ നിൽക്കുന്നു. അങ്ങനെ വിഷയം ഞാൻ കണ്ടു. സങ്കടം തോന്നും നമുക്ക്. ഇത്ര മഹാമന്ത്രങ്ങൾ കിട്ടിയിട്ട് അക്കാലത്ത് നശിച്ച ആൾക്കാരുടെ കാര്യമാണ്. അപ്പൊ ഇന്നോ അതുകൊണ്ട് സമർപ്പിക്കുക തന്നെ വേണം. മഹാത്മാക്കളെ നമുക്ക് മാതൃക കാണിച്ചിരിക്കുന്നു. നാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിക്കും ബാലസുബ്രഹ്മണ്യ മന്ത്രം ഉപദേശം. അവര് പൂർണ്ണ ദീക്ഷയിൽ, പൂർണ്ണ സന്യാസ പാരമ്പര്യങ്ങളിലേക്ക്, പൂർണ്ണ വേദാന്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ മൂർത്തി ആരാധന അവർക്കെന്താ, ഞാൻ ചട്ടമ്പിസ്വാമിയാണ്, ഞാൻ ഗുരുദേവനാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടമാതിരി ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാമല്ലോ. അവർ ചെയ്തില്ലല്ലോ. സ്വർണവേലിൽ മന്ത്രത്തെ ആവാഹിച്ച് യുക്തനായിട്ടുള്ള ഒരു ഉപാസകന് ദാനം ചെയ്തു, ഏൽപ്പിച്ചു വളർത്താൻ ആ ദേവത. എന്നിട്ടാണ് അവര് ബ്രഹ്മവാസനയിൽ പോകുന്നത്. രണ്ടുപേരും ചെയ്തു. രണ്ടുപേരും മന്ത്രോപാസനയെ കൂടെ തന്നെയാണ് വളർന്ന് കയറി വന്നത്. അവസാനം നിർഗുണോപാസനയ്ക്ക് കടക്കേണ്ട ഘട്ടം വന്നപ്പോൾ സഗുണോപാസനയെ സമർപ്പിച്ചു. അതാണ് എൻ്റെ രീതി. അവരൊക്കെ നമുക്ക് മാതൃക കാണിച്ചത്. ഭഗവാൻ തന്നെ നോക്കൂ, കൃഷ്ണൻ എവിടെയെങ്കിലും തന്നിഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്യണം കണ്ടിട്ടുണ്ട്. അപ്പൊ ശിവപുരാണത്തിൽ തന്നെ പറഞ്ഞ കഥയാണെങ്കിലും ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ലെങ്കിലും സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഭഗവാന്റെ ഗ്രേറ്റ്നെസ് കൂടുതലേ ഉള്ളൂ. ശിവനെ ആരാധിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. ജാമ്പവതിനൊപ്പം ഉടനെ പോകണം ഉപമന്യു മഹർഷി അടുത്ത് എന്നിട്ട് പറയണം, അങ്ങ് എനിക്ക് പാശുപത പറഞ്ഞ് ഉപദേശിച്ചു തരുന്നു. ഉപമന്യു ചോദിക്കും, അങ്ങനെ എന്നെ കളിയാക്കുക, അങ്ങ് പരമശൈവൻ, അങ്ങേക്ക് അറിയാത്തതില്ല, അങ്ങ് എന്ത് പദ്ധതി വേണമെങ്കിൽ അങ്ങേക്കറിയാം, എന്നെ കളിയാക്കാനാണോ ഈ പദ്ധതി ചോദിക്കണോ ചോദിച്ചപ്പോൾ ഭഗവാന്റെ ഉത്തരം എന്താ അറിയോ? ഞാൻ എൻ്റെ തന്നിഷ്ടത്തിന് പൂജ കഴിച്ചാൽ എന്നെ കണ്ടിട്ട് നാളെ നാട്ടുകാരതാ ചെയ്യുക. ഒരു പരമ്പരകളെ മാനിക്കണം എന്ന് ആൾക്കാരെ ആദ്യം പഠിപ്പിക്കേണ്ടത് ഞാൻ അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് മഹർഷി അങ്ങ് എനിക്ക് ഉപദേശം തരൂ പറയുമ്പോഴാണ് പാശുപതം ഉപദേശിച്ചു കൊടുക്കുന്നത്. ഒരു വർഷം മുഴുവൻ ഒരു ദിവസം ഒരു കൂളത്തിലെ മാത്രം ഭക്ഷിച്ചിട്ടുള്ള വ്രതം. ഒറ്റ കൂളത്തിലാണ് ഭക്ഷണം, ഭാര്യയും ഭർത്താവും. അങ്ങനെ ഉണ്ടായ അതിന് അവസാനം ഭഗവാൻ പ്രത്യക്ഷപ്പെടും ദേവിയോട് കൂടിയിട്ട്. സ ഉമ സ അംബ സ അംബ. അപ്പൊ എന്താ വേണ്ടത്? സംഹാരകനായിട്ടൊരു മകൻ വേണം. എവിടെയും കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വരം ചോദിക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ കുലം നന്നാക്കാൻ ഒരു കുട്ടിയെ തരുന്നത്, എന്റെ കുലം മുടിക്കാൻ ഒരു മകനെ തരണേന്ന് ഭഗവാൻ ചോദിച്ചു. അങ്ങനെ ഭഗവാൻ തന്നെ അംശമായിട്ട് രുദ്രാംശമായിട്ട് ജനിച്ച മകനാണ് സാമ്പൻ. ആ സാമ്പൻ കാരണമല്ലേ യാദവംശം നശിക്കുന്നത്. വിചിത്ര വഴികളാണ് ഗുരുവായൂരപ്പൻ്റെ. അത് നമുക്ക് അതിൻ്റെ ഒരു ഇന്ററാക്റ്റിന്റെ വർക്കിംഗ് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഭഗവാൻ പോലും നമുക്ക് റോൾ മോഡലാണ്. അതുകൊണ്ട് സമർപ്പിച്ചേ പറ്റും. നമുക്ക് ഒരിക്കലും ഇത് ചിന്തിച്ചാൽ മതി. അതിനെ മന്ത്രമായിട്ടും ആചരണമായിട്ടും ഒന്നും വലിയ ഇതായിട്ട് ചിന്തിക്കണ്ട. നമ്മളിൽ നിന്ന് ജന്മം കൊണ്ട ഒരു കുഞ്ഞിനെ നമ്മൾ വഴിയിലില്ല. നമ്മുടെ ഉപാസനാമൂർത്തി നമ്മളിൽ നിന്ന് ജന്മം കൊണ്ട ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ നമ്മൾ ഏൽപ്പിക്കേണ്ട അവിടെ ഏൽപ്പിച്ചിട്ട് തന്നെ പോകണം. ഞാൻ പറഞ്ഞത് ദീക്ഷ കിട്ടിയിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ജീവിക്കുന്നെങ്കിൽ ഒന്നും വിഷയമല്ല. നിങ്ങൾക്കൊരു മന്ത്രദീക്ഷ ചിട്ടയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ദേവനോട്, ആ തന്ന ആളോട് എക്സിറ്റ് പോളിസി ചോദിച്ചേക്കണം. നമ്മൾ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ എക്സിറ്റ് പോളിസി എഴുതിയില്ലേ? എക്സിറ്റ് പോളിസി എഴുതാത്ത ബിസിനസ് പ്ലാനിന് വാലിഡിറ്റി ഇല്ല. എങ്ങനെ ഇതൊന്ന് ചാടിപ്പോകണം എന്നുള്ളതും അതിൽ എഴുതി വെച്ചേക്കണം. കാരണം പറയാൻ പറ്റില്ല, മനുഷ്യന്റെ കാര്യമാണ്. നാളെ ഈ ഗുരു എക്സ്പ്ലോയിറ്റേറ്റീവ് ആവാം, സാഹചര്യങ്ങൾ മാറാം, നമുക്ക് ചിലപ്പോൾ അംഗവൈകല്യങ്ങൾ വരാം, ബെഡ്റൂണാവാം, നമുക്ക് വലിയ സാധനങ്ങൾ ചെയ്യാൻ പറ്റാണ്ടാവാം. അന്ന് ദേഷ്യപ്പെടുന്ന ഒരു മൂർത്തിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അല്ലേ? അപ്പൊ അതുകൊണ്ട് തുടക്കത്തിൽ ഉപദേശം തരുമ്പോൾ മന്ത്രം കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് കേട്ട് ഉറഞ്ഞു ഓടുകയല്ല വേണ്ടത്. ഈ മന്ത്രം എങ്ങനെ ഉപാസിക്കണം, ഇത് എത്ര ഒരു ചെല്ലണം, അല്ലാണ്ട് പേപ്പറിൽ എഴുതി തരണമെന്ന് ഉപദേശമായിട്ട് എടുത്തുകൊണ്ട് വരുന്നത്. ഏത് വലിയ സന്യാസി തന്നാലും അത് ഉപദേശം ആവില്ല. കലശമാടി ഉപദേശമാണ്.
ഹോമം ചെയ്ത് കലശമാടി അത് തന്നെ നമുക്ക് യുക്തമാണോ ആ മന്ത്രം എന്ന് സ്വപ്നം കാണിക്കാൻ ആദ്യത്തെ ദിവസങ്ങളിൽ വ്രതമെടുപ്പിക്കും ഗുരുനാഥൻ. വ്രതമെടുപ്പിച്ചിട്ട് കിഴക്കോട്ട് മുഖം വെച്ച് വലതുവശം ജയിക്കും കിടക്കാൻ പറ്റും. രാത്രി സ്വപ്നം കാണും. സ്വപ്നം രാവിലെ ഗുരുവിനോട് പറയണം. അത് വെച്ച് കണക്കാക്കിയിട്ടാണ് ഈ മന്ത്രത്തിന് വർക്കാവും ഇല്ലയോ എന്ന് പറഞ്ഞത്. വർക്കാവില്ല അത് ലക്ഷണം തോന്നിയാൽ പറയും പോയിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് പറയും. ചിലപ്പോൾ അപ്പം 15 കൊല്ലം കഴിയും. ഇങ്ങനെയാണ് പണ്ട് മന്ത്രം കിട്ടുന്നത്. അതിന് സിദ്ധാവോഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജാതകം നക്ഷത്രം ഒന്നും വെച്ചിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ള മന്ത്രാക്ഷരങ്ങൾ എന്താണോ നമ്മുടെ പൂർവ്വകർമ്മത്തിനനുസരിച്ചിട്ടുള്ള ബെസ്റ്റ് വൈബ്രേഷൻ. ഇപ്പൊ നമുക്ക് ഇഷ്ടം കൃഷ്ണനാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കൃഷ്ണന്റെ ഒരു മന്ത്രവും നമുക്ക് വർക്കാവണമെന്നില്ല. നമുക്കത് വിഷമാവുകയും ചെയ്യും ചിലപ്പോൾ. ഇങ്ങനെ നോക്കിയാ പണ്ട് മന്ത്രം കൊടുത്തിട്ട് എന്നിട്ട് അവർ പറഞ്ഞു കൊടുക്കും ഇത് സപ്പോസ് നിർത്തേണ്ടി വന്നാൽ എന്താ ചെയ്യേണ്ടത്. അതാ ഗുരുനാഥന പറഞ്ഞത്. പലവരും ഇന്ന് ഇപ്പം നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യണതിൻ്റെ സാർ എനിക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് മന്ത്രം കിട്ടിയിട്ടുണ്ട്, അത് എത്ര മുറി ചെല്ലണം, അല്ലെങ്കിൽ അത് എന്താണ് ചെയ്യേണ്ടത്. ഞാൻ വയ്ക്കാൻ അല്ല ഉപദേശം എന്നാണ് പറഞ്ഞത്. ഇല്ല, അദ്ദേഹം ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാൻ ഒരു നിവർത്തിയില്ല. അത് ആ കടയിൽ തന്നെ സർവീസ് ചെയ്യണം. ഈ കടയിൽ സർവീസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. മന്ത്രം ചിലപ്പോൾ അഷ്ടാക്ഷരമായിരിക്കും, അല്ലെങ്കിൽ പഞ്ചാക്ഷരമായിരിക്കും. മഹാമന്ത്രങ്ങൾ, സിദ്ധമന്ത്രങ്ങൾ, ഇപ്പൊ ഗായത്രി എന്ന് പറഞ്ഞാൽ സുസാധ്യ മന്ത്രമാണ്. അതായത് മന്ത്രങ്ങൾ നമ്മൾ സിദ്ധമന്ത്രം, അസാധ്യ മന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ളതുണ്ട്. ചില മന്ത്രങ്ങൾ നമ്മൾക്ക് പുരസ്ചരണം എന്ന് പറയുന്ന ഇത്ര ലക്ഷം ജപം, അല്ലെങ്കിൽ ഇത്ര കോടി ജപം, അല്ലെങ്കിൽ ഇത്ര 1000 ജപം, അതിന് ഇത്ര ഹോമം, അതിന് ഇത്ര ഭാഗം തർപ്പണം, ഇത്ര ഭാഗം മാർജനം, ഇത്ര ഭാഗം അന്നദാനം, കാലൊഴിച്ചൂട്ട്, ഇതിൻ്റെ ഒന്നും ഇതൊക്കെ വേണം. ചിലതിന് അത് വേണ്ട. ചില മന്ത്രങ്ങൾ അത് എങ്ങനത്തെ മന്ത്രങ്ങൾ? സ്വപ്നത്തിൽ മന്ത്രം കിട്ടിയ പുരസ്ചരണം വേണ്ട. നിങ്ങൾക്ക് ഡയറക്റ്റ് അത് ഉപയോഗിക്കാം. പെറ്റ അമ്മ ഉപദേശിച്ച ഡയറക്റ്റ് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ അമ്മ പുസ്തകം നോക്കി പഠിച്ചിട്ട് തന്നിട്ട് കാര്യമില്ല. അമ്മ മുഹൂർത്തം നോക്കി, ജ്യോതിഷരത്നം നോക്കി, മോനെ ഈ മന്ത്രം ജപിക്കോ, അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. അമ്മ ചിട്ടയായിട്ട് ഉപാസിച്ച് അമ്മ തന്നിട്ടുള്ള മന്ത്രമാണെങ്കിൽ, അമ്മയ്ക്കത് ഗുരുപദേശമായിട്ടാണെങ്കിലും, അമ്മ പുരസ്ചരണം ചെയ്തിട്ടുണ്ടെങ്കിലും കുട്ടിക്ക് കൊടുത്താൽ കുട്ടിക്കത് സുസാധ്യമാണ്, സിദ്ധമന്ത്രമാണ്. എന്നാൽ ചില മന്ത്രങ്ങൾ പ്രപഞ്ചത്തിൽ സിദ്ധം എന്ന് പറഞ്ഞിട്ട് രാജകീയതയുണ്ട്. അത് ആർക്ക് ചെല്ലിയാലും കിട്ടും. ഗായത്രി ആര് ചെല്ലിയാലും ഫലമുണ്ട്. അതിന് ക്രോസ് ബെൽറ്റ് ഇടണമെന്നൊന്നുമില്ല. അത് ഇട്ടാൽ നല്ലത്, ഇട്ടാൽ കൂടുതൽ. കാരണം എന്താ വെച്ചാൽ അത് അതിൻ്റെ ഒരു പരമ്പരയിലേക്ക് നമ്മൾ വരും. എന്ന് വെച്ചാൽ ഗായത്രിയുടെ മുകളിൽ ആർക്കും സ്പെസിഫിക് കുത്തകാവകാശമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ മൂലഗായത്രി ഓം തത്സവതുർവരണ്യം ഭർഗോദേശ ഭൂർഭുവസ്വാന്ന് ചേർക്കണ്ട. പൂണിട്ടവരെ അത് ചെല്ലാൻ പാടുമെന്ന് പറഞ്ഞൊരു കാരണം ഉണ്ടായി. ഭൂർഭുവസ്വ എന്നുള്ള വ്യാഹൃതികൾ, അത് 7 വ്യാഹൃതികളോട് കൂടി ഭൂർഭുവസ്വ ജനതവ മഹ സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അങ്ങനെ 7 വ്യാഹൃതിയോട് കൂടി ചെല്ലും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. വെറുതെ ഓം തത്സവതുർവരണ്യം ഭർഗോദേശ ദിവസം കുറഞ്ഞത് ഒരു 21 പ്രാവശ്യം ദിവസം രാവിലെ ചെല്ലിയാൽ തന്നെ മനസ്സിന് നല്ല തെളിച്ചം. സിദ്ധാന്തം അഷ്ടാക്ഷരം പഞ്ചാക്ഷരം തുടങ്ങിയത് കുറച്ച് എഫർട്ട് ഇടണം, പുരസ്ചരണം വേണം. 32 ലക്ഷം 26 ലക്ഷം. പഞ്ചാക്ഷരം 1 കോടി ചെല്ലിയാൽ സാക്ഷാത് ശിവനാവുന്ന 1 കോടി ജപം ഉണ്ടായാൽ തന്നെ. പിന്നെയാണ് അതിന്റെ ഹോമം എന്നൊക്കെ പറഞ്ഞു. ഇത് ചെയ്യാനൊക്കെ വിധിയൊക്കെ കിട്ടും. പക്ഷെ ഇത് നമുക്ക് അനുയോജ്യമാണോ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഗുരുനാഥന്റെ ജോലിയാണ്. നമ്മുടെ കാലഘട്ടത്തിലെ പ്രശ്നം എന്താ വെച്ചാൽ, ഗുരുനാഥൻ എന്ന് പറഞ്ഞ വ്യക്തി എന്തോ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഉപദേശം ചോദിച്ചപ്പോൾ ആ പഠിച്ചതായിട്ട് തരും. നമ്മുടെ ടൈപ്പ് എന്താണെന്ന് അവർ നോക്കിയില്ല. ശ്രീരാമകൃഷ്ണദേവന് 18 ശിഷ്യന്മാരായിരുന്നു പ്രധാനപ്പെട്ടവർ. 18 പേരും 18 തരമായിരുന്നു. ആരും ശ്രീരാമകൃഷ്ണനല്ല. ശ്രീരാമകൃഷ്ണൻ ആരിലും തന്നെ ഉണ്ടാക്കാൻ നോക്കിയില്ല. ബ്രഹ്മാനന്ദസ്വാമി, ശാരദാനന്ദൻ, വിവേകാനന്ദൻ. രാഖാൽ എന്ന് പറയുന്ന ഒരു അക്ഷരാഭ്യാസം ഇല്ലാത്ത ലാട്ടു മഹാരാജ്, അദ്ദേഹത്തിന്റെ ശൈലിയിൽ, അതായത് അവരവരുടെ അഭിരുചിയും കഴിവും അനുസരിച്ചിട്ട് ഡെവലപ്പ് ചെയ്യുന്നവരാണ് യഥാർത്ഥ ഗുരു. ഇന്നതല്ല, ഞാനിട്ട ചെരുപ്പ് നീടെ കൊണ്ട് നിന്റെ കാല് മുറിക്കുകയെന്ന് പറഞ്ഞിട്ട് തരികയാണ് ചെരുപ്പ്. നമ്മുടെ കാല് കട്ട് ചെയ്തിട്ട് ആ ചെരുപ്പിന് പാകാക്കണം. അല്ലാണ്ട് നമുക്ക് പാകമുള്ള ചെരുപ്പല്ല തരുന്നത്. അങ്ങനെ ആയി ഇന്ന് കാലം. അപ്പൊ അതുകൊണ്ട് മന്ത്രം സ്വീകരിക്കാതെ വെറുതെ കയ്യിലുള്ളത് ജപിച്ചു പോകുന്നതാണ് പലപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആത്യന്തികമായിട്ട് സത്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ലക്ഷ്യം. അല്ലാണ്ട് നമുക്ക് എന്ത് മന്ത്രം കിട്ടിയിട്ടും കാര്യമില്ല. മനസ്സടക്കമില്ലാണ്ട് എന്ത് അഭ്യാസം ചെയ്തിട്ടും കാര്യമില്ല. ആധ്യാത്മികതയുടെ പരമമായിട്ടുള്ള ലക്ഷ്യം, സ്പിരിച്വാലിറ്റിയുടെ അൾട്ടിമേറ്റ് ഗോള് മൈൻഡ് എന്ന് പറഞ്ഞതിനെ റെഡ്യൂസ് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക, അന്നിഹിലേറ്റ് ചെയ്ത് കളയുക എന്നുള്ളത്. അതിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിന് നിങ്ങൾക്ക് നാമജപം തന്നെ ധാരാളം. ഒരു നാമം മതി.
വീണുള്ള നമസ്കാരം മതി, മനസ്സറിഞ്ഞിട്ടുള്ള ഒരു പ്രത്യുപകാരം, ഒരു പരോപകാരം മതി. ആ മനസ്സിനെ ഒരു പോയിന്റിലേക്ക് കൊണ്ടില്ല. അത് സമർപ്പണ ബുദ്ധിയോട് ഞാൻ പറഞ്ഞ നിരന്തര സ്മരണയോട് ഈശ്വരനെ സമർപ്പിച്ച് ചെയ്യാറ്. മറ്റേതെന്താ വെച്ചാൽ വലിയ പടപാടുകളാണ്. ശ്രീവിദ്യ അല്ലെങ്കിൽ അങ്ങനത്തെ മഹാമന്ത്രങ്ങൾ, ഭൈരവ മന്ത്രങ്ങളൊക്കെ ഇന്ന് എന്താ നോർത്ത് നിന്നൊക്കെ ഇറങ്ങുന്ന ചില ചാനലുകളിലൊക്കെ ഭൈരവ മന്ത്രങ്ങളൊക്കെ ചുമ്മാ എടുത്ത് കൊടുക്കുക. ആ ഭൈരവ മന്ത്രം എടുത്ത് പ്രചരിപ്പിച്ചതിന്റെ ഫലമാണ് പ്രചരിപ്പിച്ചവനുണ്ടായ അപവാദം അടിയും വന്നത്. രാജകീയ ജീവിതമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എടുത്ത് എറിഞ്ഞ മാതിരി നശിച്ചില്ലേ, എടുത്തിട്ട് തല്ലി 2 അടി അടിച്ചു. ആദ്യം ചാനൽ പോയി, അതിനുശേഷം നാക്കുപഴ വന്നു. അതാണ്, ഇതൊന്നും എടുത്ത് കളിക്കേണ്ട സാധനങ്ങളല്ല. ഇതൊന്നും കണ്ടെയ്ൻ ചെയ്യാനുള്ള കരുത്ത് നമുക്കില്ല. അങ്ങനത്തെ ചൈതന്യങ്ങളൊക്കെ വെച്ച് കളിക്കരുത്. എന്തിന്റെ പേരിൽ നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനെ മന്ത്രങ്ങൾ ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്ത് കൂട്ടുകയാണ്. കാര്യമില്ല, ഉള്ളത് വൃത്തിയായിട്ടില്ല. ഞാൻ പല പ്രഭാഷണങ്ങളും പറഞ്ഞ ഒരു പറമ്പ് മേടിച്ചിട്ട് പുഴർ കുഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു 5000 കുഴി കുഴിക്കണ പോലെയാണ് 5000 മന്ത്രവും ഉപാസിച്ച് നടക്കണം. ഒരു കുഴി വൃത്തിയായിട്ട് കുഴിച്ചാൽ നിങ്ങൾക്ക് വെള്ളം കിട്ടും. അത് ചെയ്താൽ മതി. ആ ഒരു കുഴി വൃത്തിയായിട്ട് കുഴി. എന്നിട്ട് മറ്റൊരുത്തം കുഴിക്കണതിനെ കളിയാക്കാനും പാടില്ല. വേറെ തന്നെ പദ്ധതിയും ഇതിനൊന്നും പറയും. എന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്യണത്? ശരച്ചാർ പറഞ്ഞിട്ട് നാമം ജപിച്ചാൽ അയാൾ മന്ത്രം ജപിക്കാൻ അയാൾ ജപിക്കട്ടെ, അയാൾക്കത് കിട്ടുന്നുണ്ടാവും. ആരും അവസാന വാക്കല്ല ഒന്നിലും. ഈ ബോധത്തോടുകൂടി സമീപിച്ചാൽ. പക്ഷെ മന്ത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞത് അനുവർത്തിച്ചില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രകൃതിയിലുണ്ട്. കാരണം അതിൻ്റെ മുകളിലുള്ള ബ്രഹ്മബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ല. യഥാർത്ഥ ബ്രഹ്മബോധം വന്നവന് മന്ത്രത്തിന്റെ ആവശ്യമില്ല. മന്ത്രം ടൂളാണ്. മന്ത്രം എൻഡല്ല, ലക്ഷ്യമല്ല, ജസ്റ്റ് എ മീൻസ്. അത് മനസ്സിലാക്കിയത്.